കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിനാണ് ഇപ്പോൾ വേദി ഒരുങ്ങുന്നത്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് സെമി ഫൈനൽ എന്ന നിലയിലാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അപ്പോൾ ഈ വിഷയമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ കൂടെ ഈ വിഷയം സംസാരിക്കാനായിട്ട് ചേരുന്നത് രണ്ട് പ്രമുഖ മാധ്യമപ്രവർത്തകരാണ്, KJ ജേക്കബും ശ്രീകുമാർ മനയിലും. അപ്പോൾ രണ്ടുപേർക്കും സ്വാഗതം. അപ്പോൾ ഇതിൽ എന്താണ് ഈ നമ്മൾ ഒരു 3 പോയിൻ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഒന്ന്, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ബ്രോഡായിട്ടുള്ള വിഷയങ്ങൾ എന്തെല്ലാമാണ്, ഏതെല്ലാം നിലയിലാണത് വരുന്നത്. 2, ഈ 3 മുന്നണികൾ കേരളത്തിൽ LDF, UDF, NDA, ഈ 3 മുന്നണികളുടെയും സാധ്യതകൾ എന്തെല്ലാമാണ്. പിന്നെ അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പ്രാദേശികവും അല്ലാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ ഈ ഡിസ്കഷൻ ഞാൻ ശ്രീകുമാറിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയാണ് ശ്രീകുമാർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ്. അത് നിർണായകം എന്ന് പറയുന്നത് CPM കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുക ഇടതു മുന്നണി. അവർക്ക് ഭരണം നിലനിർത്തിയേ മതിയാകും. ഭരണം നിലനിർത്തിയില്ലെങ്കിൽ അവർ വലിയൊരു രാഷ്ട്രീയ ക്രൈസിസിലേക്ക് ചെന്ന് ചാടും. കാരണം പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM പരാജയപ്പെടുകയാണെങ്കിൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയം അവിടെ അവസാനിക്കും. അപ്പോൾ CPMനും ഇടതുമുന്നണിക്കും ഉണ്ടാകുന്ന നേതൃശൂന്യതയുണ്ട്. എന്നാൽ ഈ ഭരണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയൊരു രാഷ്ട്രീയ ഒരു അഡ്വാൻറ്റേജ്, പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് CPMന് ഇടതുമുന്നണിക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഈ ഭരണം തുടർന്നു പോകും. ഈ ഭരണം തുടർന്നു പോവുകയാണെങ്കിൽ 3ാം തവണയും പിണറായി വിജയൻ അധികാരത്തിൽ ഉണ്ടാകും, മുഖ്യമന്ത്രി എന്ന നിലയിൽ. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലിറ്റ്മസ് ടെസ്റ്റാണ് 2026. ഇതിൽ നിന്ന് അവരളക്കാൻ കഴിയും എങ്ങനെയാണ് ജനങ്ങൾ കഴിഞ്ഞ 10 വർഷത്തെ ഞങ്ങളുടെ ഭരണത്തെ ഉൾക്കൊണ്ടത്, എങ്ങനെയാണ് ഞങ്ങളുടെ ഭരണത്തെ അവർ അനലൈസ് ചെയ്തത്, വിമർശിച്ചതെന്നൊക്കെ കൃത്യമായിട്ട് ഇവർക്ക് മനസ്സിലാകണമെങ്കിൽ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടക്കുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പായിരിക്കും അതിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ CPMന് വളരെ നിർണായകമാണ്. കാരണം അവർക്ക് ഇനി ഈ ഭരണം നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടായാൽ, ഈ CPMനും ഇടതുമുന്നണിക്കും 2026 ഭരണം നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടായാൽ പിന്നെ ഒരു രാഷ്ട്രീയപരമായ തിരിച്ചുവരവ് ആരുടെ നേതൃത്വത്തിലായിരിക്കും CPM ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ ചിന്താക്കുഴപ്പം ആ പാർട്ടിയിലുണ്ട്, ഇടതുമുന്നണിയിലുണ്ട്. ഇടതുമുന്നണി ഞാൻ പറയാത്തത്, ഇടതുമുന്നണി വളരെ CPM ഇല്ലാത്ത ഇടതുമുന്നണി പ്രസക്തമാണല്ലോ. അതേസമയം UDFിലാകട്ടെ, UDFിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതേ പറഞ്ഞ പോലെ ഇത്തവണ ഭരണം ലഭിച്ചില്ല എങ്കിൽ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് ഭരണം ലഭിച്ചില്ല എങ്കിൽ ആ മുന്നണി കൃത്യമായി ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യപ്പെടും. കാരണം പിന്നെ കോൺഗ്രസ് എന്നുള്ളൊരു പാർട്ടി അവിടെ ഉണ്ടാവും. നമുക്കറിയാം ലീഗിന് എന്തെങ്കിലും ഓപ്ഷൻ തേടിയേ പറ്റുമോ, അല്ലാതെ ലീഗിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ UDFിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഒരു ഒരു അതിജീവനം ഇതിൽ സാധ്യമാകണം. ഇതിൽ അതിജീവനം സാധ്യമായില്ലെങ്കിൽ പിന്നെ അവർക്ക് പറയാനോ പ്രവർത്തിക്കാനോ ഒന്നും ഉണ്ടാവില്ല. തമിഴ്നാട്ടിലെയും അല്ലെങ്കിൽ ഈ പറയുന്ന ബീഹാറിലുമൊക്കെ ഒരു പക്ഷേ ഇപ്പോൾ കോൺഗ്രസിന് അടുത്ത തെരഞ്ഞെടുപ്പിലൊന്നും പ്രതീക്ഷിക്കാനൊന്നും ഇല്ലാത്ത പോലത്തെ ഒരു അവസ്ഥ കേരളത്തിലും വരും. കേരളത്തിൽ പിന്നെ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് UDFിനുണ്ട്. കാരണം വെച്ചാൽ അതിപ്പോഴും ന്യൂനപക്ഷങ്ങളുടെ പാർട്ടിയായി നിന്നതുകൊണ്ട് അവർക്കൊരു വേറെ ഓപ്ഷനില്ല. കാരണം CPMിലേക്കും CPMിലേക്ക് പൂർണ്ണമായിട്ടും BJPയിലേക്കും ഒന്നും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അത്രയേറെ ഒരു താല്പര്യം ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ അവരിൽ കുറേ പേര് എങ്ങനെ വന്നാലും കോൺഗ്രസിനെ ചുറ്റിപ്പറ്റി നിൽക്കുമെന്നുള്ളൊരു വിശ്വാസം ആ പാർട്ടിക്കുണ്ട്. അപ്പോഴും ഈ ഭരണം ലഭിച്ചില്ലെങ്കിൽ പാർട്ടിയുടെ സർവ ഈ അപ്പാരച്ചസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, എല്ലാ ഘടകങ്ങളും നിർജ്ജീവമാവും, സ്റ്റാഗ്നേറ്റഡ് ആവും. പിന്നെ അവർക്കൊരു അതിജീവനത്തിൻ്റെ സാധ്യതയില്ല. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ഈ വരും കാലത്തേക്കുള്ള അതിജീവനത്തിൻ്റെ യഥാർത്ഥ ഒരു സത്ത അടങ്ങിയിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലാണ്. പക്ഷേ അവർക്ക് CPMനും ഇടതുമുന്നണിക്കും അവർക്ക് വിജയിച്ചേ മതിയാകും എന്ന് പറയുന്നത് 10 വർഷമായി അധികാരത്തിൻ്റെ മത്ത് പിടിച്ചിരിക്കുന്നതുകൊണ്ട് മാത്രമല്ല, അവരുടെക്കുള്ളിലെ ആ ഒരു രാഷ്ട്രീയ ശൂന്യത അവർ തിരിച്ചറിയുന്നുണ്ട്. പിണറായി എന്നുള്ള ബിംബത്തെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് ആണ് അവർ പോകുന്നതെന്നും ബാക്കിയുള്ളതെല്ലാം വെറും പൊള്ളയായ ആളുകളാണെന്ന് രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ഒക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാൻ പറ്റുന്ന ആളുകൾ ഞങ്ങളുടെ കൂടെ ഇല്ലയെന്ന് അവർക്ക് കൃത്യമായി അറിയാം. അതിനെ മറച്ചു വയ്ക്കുന്നത് പിണറായി എന്ന് പറയുന്ന ഒരു ടവറിങ് പേഴ്സണാലിറ്റിയെ മാത്രമാണ്. അദ്ദേഹം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ മുന്നിൽ മുഴുവൻ ശൂന്യതയായിരിക്കുന്നു. CPMന് വളരെ നന്നായി അറിയാം. ഞാനിനി ജേക്കബിലേക്ക് വരാം. എന്താണ് ജേക്കബ് ഇതിനെ കുറിച്ചിട്ട് വിലയിരുത്തുന്നത്? ഇതിൻ്റെ അകത്ത് പുള്ളി ബേസിക്കലി 2 മുന്നണികൾ
ചുറ്റും പറഞ്ഞ ഒരു ബ്രോഡായിട്ടുള്ളൊരു അസസ്മെൻറ്റിനോട് എനിക്ക് യോജിപ്പാണ്. കാരണം ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ 10 വർഷത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിണറായി വിജയൻ്റെ ലെഗസി അവിടെ ഉറപ്പിക്കുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അവർ കണക്കാക്കുന്നതും മേ ബി ആദ്യത്തെ ഒന്നാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല ഭരണം ഈ സർക്കാരിൻ്റെ ആയിരുന്നു എന്നുള്ള അസസ്മെൻറ്റ് കമ്മ്യൂണിസ്റ്റുകൾക്ക് അതുപോലെ ഒരു പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള ആണ് അത് മനുഷ്യർ ഓർത്തിരിക്കുന്ന ഒരു സർക്കാരാണ്. അപ്പോൾ പിണറായി വിജയൻ അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ലീഡർഷിപ്പിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഓപ്പൺ ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അപ്പോഴും പിണറായി വിജയൻ്റെ ലെഗസി ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാം ഭരണം ആവശ്യമാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുമെന്നുള്ളതല്ല, തെരഞ്ഞെടുപ്പ് ജയിച്ചില്ലെങ്കിൽ പിണറായിയുടെ ഈ പറയുന്ന ലെഗസി ഇല്ല, അത് മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. അതുകൊണ്ട് ദേ വുഡ് ഡു എവറിത്തിങ് ടു വിൻ ദ ഇലക്ഷൻ. അത് ഈ പറയുന്ന നമ്മൾ സെമി ഫൈനലിൽ തന്നെ കാണേണ്ടി വരും. പക്ഷേ എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സുകാർക്ക് പറ്റുന്ന ഒരു അസസ്മെൻറ്റ് മിസ്റ്റേക്ക് എന്നുള്ളത്, നിങ്ങൾ പുട്ടിങ് എവറി എഗ് ഇൻ വൺ ബാസ്ക്കറ്റ്, പിണറായി വിജയൻ എന്നുള്ള ഒറ്റ ബാസ്ക്കറ്റിൽ, അതല്ല അതിൻ്റെ വസ്തുത. നമ്മൾ കണക്കാക്കുകയാണെങ്കിലും ഈ സർക്കാരിൻ്റെ പെർഫോമൻസ് ഇപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ പ്രതിപക്ഷത്ത് ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സക്സസ്ഫുൾ ഫാക്ടേഴ്സ് എന്ന് നമ്മൾ കണക്കാക്കുന്നതിൻ്റെ അകത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഓഫ് കോഴ്സ് മുഖ്യമന്ത്രിയുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നമുക്ക് എണ്ണി പറയാൻ പറ്റും പല മന്ത്രിമാരുടെയും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഇതിൻ്റെ ഭാഗമായിട്ട് പദ്ധതി. ഈ പദ്ധതികൾ നമ്മൾ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള 2 മന്ത്രിമാർ, ചിലരൊക്കെ വളരെ ഓബ്വിയസ് ആണ്, വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് 2 മന്ത്രിമാർ പറഞ്ഞു. ഒന്ന് ധനകാര്യമന്ത്രി ബാലഗോപാൽ. കേരളം തീർന്നു എന്ന് ഓൾമോസ്റ്റ് വിചാരിച്ചിട്ടുണ്ട്. കേരളം പൂട്ടിപ്പോകും എന്ന് പിന്നെ കോൺഗ്രസിനോട് അടുത്ത് നിൽക്കുന്ന സാമ്പത്തിക വിദഗ്ധന്മാരെന്ന് അഭിനയിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറോടുകൂടി കേരളം പൂട്ടിപ്പോകും, കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കേണ്ടി വരും, അതിനുള്ള ആർട്ടിക്കിളിനെ കുറിച്ചൊക്കെ ആൾക്കാർ സംസാരിച്ചു തുടങ്ങി. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കേരളം വന്നില്ല. അത് വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ആണ്. രണ്ടാമത്തെ മന്ത്രി CPI-യുടെ K. രാജൻ എന്നൊരു മന്ത്രിയുണ്ട്. അത് CPI-കാരനാണ്. പക്ഷേ 5 ലക്ഷം പട്ടയങ്ങളാണ് ഈ സർക്കാർ കൊടുത്തത്. വയനാട്ടിലെ റീഹാബിലിറ്റേഷൻ വർക്ക് നടക്കുന്നത് ഒരുമാതിരി ക്ലോക്ക് വർക്ക് പോലെയാണ്, പ്രിസിഷൻ വർക്കാണ് അവിടെ നടക്കുന്നത്. ഞാൻ ഈ രണ്ട് പേരുടെ കാര്യം ഇപ്പം സ്ഥിരം ചീത്ത മേടിച്ച് നടക്കുന്ന ഒരാളാണ് ആരോഗ്യമന്ത്രി. കേരളത്തിൻ്റെ അവർ കണക്കെടുത്ത് പുറത്തിടാത്തതുകൊണ്ടാണ്. കണക്കെടുത്ത് പുറത്ത് 2 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വീഡിയോ സോഷ്യൽ പഴയ കണക്കാണോ പറയുന്നതെന്ന് എന്ന് ചോദിക്കാൻ വേണ്ടി തുടങ്ങി. കണക്കെടുത്ത് നമ്മൾ പുറത്തിട്ട് കഴിയുമ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇരട്ടിയോ 3 ഇരട്ടിയോ ആയിട്ടുണ്ടാവും ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ. ഞാൻ 10 വർഷം എന്നുള്ള കണക്കാണ് എടുക്കുന്നത്. അതുകൊണ്ട് ലീഡർഷിപ്പിൽ ഒരു വലിയ വാക്യൂം ഉണ്ടാകും എന്ന് കോൺഗ്രസ് UDF പ്രതീക്ഷിക്കുന്നത് ഒരു ശരിയായ കാര്യമല്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം അടുത്ത ജയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ അത് പിണറായി വിജയനുമായിട്ട് ലിങ്ക് ചെയ്ത് തന്നെയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചല്ല, ഈ 10 വർഷത്തെ ഭരണം കൊണ്ട് പിണറായി വിജയൻ്റെ ലെഗസി ഉറപ്പിക്കുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ച് പരമപ്രധാനമാണ്. അതുകൊണ്ട് അവർ ഇലക്ഷന് ഒരു കാരണവശാലും അവരതിൽ വിട്ടുവീഴ്ചയില്ല. പക്ഷേ എല്ലാ എതിർപ്പും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒറ്റ മനുഷ്യനിലേക്ക് UDF കേന്ദ്രീകരിക്കുന്നത് അത്ര ആരോഗ്യകരമായ കാര്യമായിരിക്കില്ല. അത് കോൺഗ്രസ്സിന് അതിഭയങ്കരമായ വിനകൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് അതിനെക്കുറിച്ച് നമുക്ക് രണ്ടാമത്തെ റൗണ്ടിൽ സേതു പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ പറയാം, അതല്ലെങ്കിൽ നമ്മൾ പിന്നെ അതിലേക്ക് വരാം. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷൻ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിനെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും CPM-ൻ്റെയും കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെയും ഒരു പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്. ഞാൻ CPM-ൻ്റെ രാഷ്ട്രീയം, ഞാൻ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വിഷയമായെന്ന് മാറ്റി നിർത്തിയിട്ട് CPM-ന് മാത്രമല്ല ഇന്ത്യയിലെയും കേരളത്തിലെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. കാരണം അതുവരെ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഇതുവരെ ഉണ്ടാവാതിരുന്ന തരത്തിലുള്ള ഒരു ഒപ്പോണൻ്റ്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമല്ല കോൺഗ്രസ്സിന് പോലും ഒരു പ്രതിയോഗിയല്ല, അവരാണ് ഇന്ന് രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത്, ഹിന്ദുത്വ ഫോഴ്സുകളെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫോഴ്സ്, അത് അവർ രണ്ടുപേരും എന്ന് പറയുന്ന ഹിന്ദുത്വ ഫോഴ്സ് ഇതുവരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു അജണ്ടയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് പ്രതിപക്ഷമില്ലാത്ത ഒരു ഭരണം, കോൺഗ്രസ് മുക്ത ഭരണമെന്ന് അവർ പറയുമ്പോഴത്തേക്ക് പ്രതിപക്ഷമില്ലാത്ത ഭരണം എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകാരെ പിന്നെ അവർ പ്രതിപക്ഷമായിട്ട് പോലും കൂട്ടുന്നില്ല, അവരൊരു എനിമി എന്നുള്ള നിലയിലാണ് കൂട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് CPM നിൽക്കുന്നത്.
അപ്പോൾ അവരൊക്കെ ഇപ്പോൾ CPM മാത്രമല്ല, കേരളത്തിൽ മാത്രമാണ് ഒരു ഇലക്ടറൽ ഫോഴ്സ് എന്നുള്ള നിലയിൽ ഈ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഇപ്പോഴും ഒരു നിലനിൽപ്പുള്ളത്. അവരുടെ ട്രഡീഷണൽ സാധനങ്ങളായ ബംഗാൾ, ത്രിപുര, അല്ലെങ്കിൽ പിന്നെ ബാക്കിയുണ്ടായിരുന്ന ചില പ്രദേശങ്ങളിലെല്ലാം തന്നെ അവർ ആൾമോസ്റ്റ് ഏതാണ്ട് ഇല്ലാതായിട്ടുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിണറായി വിജയൻ്റെ വ്യക്തിപരമായ അതിജീവനമോ അയാളുടെ ലെഗസിയേക്കാൾ കൂടുതലായിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു അസ്തിത്വപരമായ അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യലായിട്ടുള്ള ഒരു സർവൈവലിൻ്റെ ഒരു സംഭവം കൂടെയാണ് കേരളത്തിലെ ഇലക്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതുവരെ പറയാതിരുന്ന ഒരു സാധനമാണ് കേരളത്തിലെ BJPയുടെ സാന്നിധ്യവും കേരളത്തിലെ BJP നയിക്കുന്ന NDA മുന്നണി അവരെങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വരിക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോൺഗ്രസിൻ്റെ ഇതിലേക്ക് വരാം. എനിക്ക് തോന്നുന്നത് NDA സംബന്ധിച്ചിടത്തോളം അവർ തേർഡ് ഫോഴ്സായി ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ തേർഡ് ഫോഴ്സ് ആകാനുള്ള അല്ലെങ്കിൽ ഒരു മൂന്നാം ബദലാകാനുള്ള ആളോ അല്ലെങ്കിൽ അതിനുള്ള രാഷ്ട്രീയ സാഹചര്യമോ ഇപ്പോഴും കേരളത്തിൽ ഒരുങ്ങി വന്നിട്ടില്ല. കേരള രാഷ്ട്രീയം കൃത്യമായി ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് രണ്ട് മുന്നണികൾക്കിടയ്ക്ക് തന്നെയാണ്. പക്ഷേ ഈ കേരളത്തിൽ ഹിന്ദുത്വ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു പ്രചരണത്തിന് വലിയ കാര്യമായി ആളെ കൂട്ടാൻ കഴിയില്ല എന്ന് അവർ തന്നെ, പ്രത്യേകിച്ച് RSS തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹിന്ദുത്വം എന്നൊക്കെ പറയുന്നത് അവർ മേമ്പൊടിയായിട്ട് അല്ലെങ്കിൽ അതൊരു അവരുടെ ഇടയിലുള്ള ആളുകളെ ഒന്ന് എനർജൈസ് ചെയ്ത് നിർത്താനുള്ള ഒരു സംഭവം എന്ന് കവിഞ്ഞിട്ട് പൊതുസമൂഹത്തിലേക്ക് അത് ഇറക്കി വിട്ടാൽ അത്രയ്ക്ക് പ്രയോജനപ്പെടില്ല എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പരമ്പരാഗത സങ്കല്പങ്ങളിൽ ഉറച്ചുപോയ രണ്ട് മുന്നണികൾക്കിടയിലേക്ക് ഏത് രാഷ്ട്രീയവുമായി കടന്നു ചെല്ലണമെന്ന് അവർക്ക് ഇപ്പോഴും കാര്യമായ നിശ്ചയമില്ല. ഇപ്പോൾ നമ്മൾ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ശബരിമല എന്ന് പറയുന്ന ഇഷ്യൂ, ശബരിമല വിഷയത്തിൽ 2018 സുപ്രീം കോടതി വിധിയെ തുടർന്ന് സംസ്ഥാനത്തുണ്ടായ പ്രശ്നങ്ങളിൽ ഈ വലിയൊരു പങ്ക് സംഘപരിവാർ വഹിച്ചിരുന്നു. എന്നാൽ 2025 ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ അത്രയേറെ ഒരു ഊർജ്ജം അവർക്ക് കാണുന്നില്ല. കാരണം അവരിപ്പോഴും കരുതുന്നത് 2018 അവരുടെ സമരം ഗുണം ചെയ്തത് UDF-നാണെന്നുള്ളതാണ്. അവരിപ്പോഴും അതിൻ്റെ ഇന്റേണൽ അവരുടെ ഡിസ്കഷനിൽ അവർ പറയുന്നത് അവരുടെ ആ ഊർജ്ജം പ്രയോജനം ചെയ്തത് രാഷ്ട്രീയമായിട്ട് അതുകൊണ്ട് പ്രയോജനം നേടിയെടുത്തത് UDF ആണെന്നുള്ളതാണ്. കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ഇവർ കേരളത്തിലെ BJP ആയിട്ടോ അറസ്റ്റായിട്ടോ യാതൊരു ബന്ധമില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ അവർ കരുതുന്നത് ഇനിയൊരു പ്രക്ഷോഭവും ശബരിമല ചുറ്റിപ്പറ്റി അവരൊരു മൂവ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും UDF-ന് കൂടുതൽ പ്രയോജനം ചെയ്യുന്നുള്ളതല്ലാതെ എന്താണ് നമ്മൾക്ക് പ്രയോജനം എന്നുള്ള ആലോചന അവർക്കിടയിലുണ്ട്. യഥാർത്ഥത്തിലൊരു ചിന്താക്കുഴപ്പം അവരുടെ ഉണ്ടെന്നാണ് അവരാൾക്കായിട്ട് സംസാരിക്കുമ്പോൾ എന്താണ് ഏത് രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കണം. കാരണം കോൺഗ്രസിനെ ഇവിടെ അധികാരത്തിൽ കൊണ്ടുവരാൻ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് യാതൊരു ആഗ്രഹമില്ല. അത് 100% ഉറപ്പാണ്. കാരണം ഒരു പുതിയ സംസ്ഥാനം കോൺഗ്രസിന് കൂടുതൽ കിട്ടുക എന്ന് വെച്ചാൽ നമുക്കറിയാം രാഷ്ട്രീയമാണ്. ഇപ്പോൾ കർണാടക, ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കർണാടകയിൽ നിന്ന് കിട്ടുന്ന സഹായം കൊണ്ടാണ് AICCയുടെ പല കാര്യങ്ങളും നടന്നു പോകുന്നത്. അപ്പോൾ ഗൾഫുമൊക്കെ ആയിട്ട് അടുത്ത ബന്ധമുള്ള കേരളം പോലും സംസ്ഥാനത്ത് ഈ കോൺഗ്രസിന് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ സഹായം ഉദ്ദേശം മനസ്സിലായല്ലോ, കുറച്ചുകൂടെ സഹായങ്ങൾ AICCക്ക് ചെല്ലും. അത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഒടുക്കാൻ അവർക്ക് പ്രാപ്തി ഉണ്ടാവും. അത് BJPക്ക് അവിടെ പ്രശ്നം ചെയ്യുന്നുള്ളത് കൊണ്ട് പരമാവധി കേരളത്തിൽ കോൺഗ്രസിനെ അധികാരത്തിൽ വരാതെ മാറ്റി നിർത്തുക എന്നുള്ളത് അവരുടെ തന്ത്രമാണ്. പക്ഷേ കേരളത്തിലെ BJPക്കാർക്ക് ഒന്നറിയാം, CPM-നെ ഈ അധികാരത്തിൽ തുടരാൻ അനുവദിച്ചാൽ, പിണറായി വിജയനെ വീണ്ടും അധികാരത്തിൽ തുടരാൻ അനുവദിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ അനുവദിക്കുക, അല്ലെങ്കിൽ പിണറായി വിജയൻ അധികാരത്തിൽ തുടരാനുള്ള സാഹചര്യം BJP ഒരുക്കുന്നുവെന്ന് കണ്ടാൽ ഈ ഭരണവിരുദ്ധ വോട്ടുകൾ മുഴുവൻ BJPക്കും എതിരെ തിരിയും, CPM-നെതിരെ തിരിയും, അത് മുഴുവൻ UDF-ലേക്ക് പോകുന്നുള്ള ഭയം അവർക്കുണ്ടതാണ്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന പോലെ 5-6 സീറ്റ് എന്നൊക്കെ അവരിപ്പോൾ പ്രതീക്ഷിക്കുന്ന പോലെ 0 സീറ്റ് മാത്രമേ കഴിഞ്ഞ വർഷം ലഭിക്കുന്നുള്ളത് ഒരു ചിന്ത അവർക്കുണ്ട്. ചുരുക്കത്തിൽ NDA എന്ന് പറയുന്ന കക്ഷി അവർ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിക്കുമെന്നൊക്കെ പറയുന്നത് ഇപ്പോഴും അവർക്ക് ഉറപ്പില്ലാതെ പിടിക്കാൻ കഴിയുന്നുള്ളൂ. കാരണം ശബരിനാഥ് തന്നെ അവിടെ ഏൽപ്പിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു നമ്മൾക്ക് കിട്ടേണ്ട ഒരു 15ഓളം സീറ്റുകൾ കോൺഗ്രസ് പിടിക്കുമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു, വളരെ രഹസ്യമായി പറഞ്ഞു. അങ്ങനെ ഒരു 25-30 സീറ്റോളം UDF-നും കോൺഗ്രസിന് ലഭിക്കും അവിടെ. അങ്ങനെ ആ സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ BJPക്ക് അവിടെ അധികാരം പിടിക്കുക അപ്രാപ്യമാണ്, ഒരു സംശയമില്ല. അപ്പോൾ ഇപ്പോഴും അവർക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് NDA അല്ലെങ്കിൽ BJP നേരിടുന്ന വിഷയം. പരമ്പരാഗത RSSകാർ നമുക്ക് ഇവിടെയൊക്കെ കാണാറിയാം, അവർ ശാഖയിൽ പോകുന്ന അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിട്ട് എപ്പോഴും അതായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് കഴിഞ്ഞിട്ട് പൊളിറ്റിക്കൽ പൊസിഷൻ എങ്കിൽ ഇപ്പോഴും കേരളത്തിൽ BJPയുടെ വളരെ വീക്കാണ്. എന്തു പറയണം ജേക്കബ്? എനിക്ക് അതിനകത്തുള്ളൊരു നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് നേതൃത്വവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇടതുപക്ഷം രണ്ട് കൂട്ടരും എനിക്ക് തോന്നുന്ന മിസ് ചെയ്ത ഒരു കാര്യം കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള
RSS സ്വീകാര്യതയാണ്. അത് RSSനോടുള്ള സ്നേഹം കൊണ്ടല്ല, അത് മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടാണ്. അത് വളരെ വളരെ വിജയകരമാണ് ആ പദ്ധതി. RSSനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അവർ ഇന്ത്യയിൽ എവിടെയെങ്കിലും നടത്തിയിരിക്കുന്ന ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള, ഹിന്ദുക്കളുടെ ഇടയിൽ ഹിന്ദുത്വം വിൽക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കണം സാധാരണഗതിയിൽ ഒരു മൈനോറിറ്റിക്കെതിരെ മറ്റൊരു മൈനോറിറ്റിയുടെ ഇടയ്ക്ക് വെറുപ്പ് വിതയ്ക്കണമെങ്കിൽ. അത് വളരെ സക്സസ്ഫുള്ളായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പോലും അത് മിസ് ചെയ്തു. ഇപ്രാവശ്യത്തെ പാർട്ടി കോൺഗ്രസ്സിൽ അതുമായി സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് രേഖകളിൽ ഈ ക്രിസ്ത്യൻ വർഗീയവാദികളുടെ പേര് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കാസ എന്ന് പറയുന്ന, അത് RSSനേക്കാളും ഒട്ടും കുറയാത്ത, ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ ഒട്ടും കുറയാത്ത വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്രൂപ്പുകളെക്കുറിച്ച് റെഫറൻസ് ഉണ്ട്. ഞാൻ എൻ്റെ ഇൻ്റർവ്യൂകളിൽ ഞാൻ കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിക്കാറുണ്ട്, അവർ ദേ ആർ ഓൺലി വേക്കിംഗ് അപ്പ് ടു ദ റിയാലിറ്റി നൗ. ഇത് BJPക്ക് വോട്ടായിട്ട് മാറും എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. അത് ആ ആക്സെപ്റ്റൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. നിലമ്പൂർ 8500 വോട്ടാമിറ്റാണ് BJPക്ക് ഉണ്ടായിരുന്നത്. ആ വോട്ട് അവർ പിടിച്ചത്. കുറച്ചേരം വോട്ട് അവർക്ക് തിരുവനന്തപുരം വോട്ട് കൂടുതലും കിട്ടി. ഒരു സ്ഥാനാർത്ഥി പോലും ഉണ്ടായിരുന്നില്ല. തലേ ദിവസം വരെ കേരള കോൺഗ്രസ്സുകാരനോ ആയിരുന്ന ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിക്ക് വെച്ചിട്ടും അത്ര പ്രചണ്ഡമായ LDFും UDFും അവരുടെ സർവ്വശക്തിയും അൻവറും ഒക്കെ ഉണ്ടായിട്ടും അവർക്ക് ആ വോട്ട് കിട്ടി എന്നതിൻ്റെ അർത്ഥം ഈ മുസ്ലിം വെറുപ്പ്, മുസ്ലിങ്ങളുടെ അപരവൽക്കരണം, മുസ്ലിങ്ങളാണ് ഈ നാടിൻ്റെ ശത്രുക്കൾ എന്ന തരത്തിലുള്ള മുസ്ലിം കേന്ദ്രീകൃതമായിട്ടുള്ള വലിയ പ്രചാരണം RSS BJP അഴിച്ചുവിട്ടു. അത് സക്സസ്ഫുള്ളാണ്. അത് ആരുടെയൊക്കെ വോട്ട് കൊണ്ടുപോകും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട, അത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് കാണാം. പക്ഷേ എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് എന്നുള്ളത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് അവരുടെ വോട്ട് ഈ അത് നരേന്ദ്രമോദിയോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല. ഇത് ലോകത്തിലെ എവിടെയെങ്കിലും ഏതെങ്കിലും മുസ്ലിം പേരുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ഉത്തരം മുഴുവൻ കേരളത്തിലെ മുസൽമാൻ പറയണം എന്നുള്ള ഒരു വലിയ പ്രചണ്ഡമായിട്ടുള്ള ക്യാമ്പയിൻ. അത് നമ്മൾ പലപ്പോഴും മെയിൻ സ്ട്രീം മീഡിയയിലല്ല നമ്മളത് കാണുന്നത്, അത് സോഷ്യൽ മീഡിയയിലാണ് കാണുന്നത്. ഞാൻ ഇടത് സർക്കിൾസിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ശത്രു എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പിണറായി വിജയനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന മെയിൻ സ്ട്രീം മീഡിയ അല്ല. അവർ പറയുന്നത് ഒന്നുകിൽ അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എവിടെയെങ്കിലും ഒക്കെ ഒരു നേരിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ടാകും. അതല്ലെങ്കിൽ മനുഷ്യരൊക്കെ അറിയാം, അതൊരു ഡിസ്കൗണ്ട് ചെയ്ത് വായിക്കാൻ മനുഷ്യർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം സർക്കാരിനെതിരെ നിരന്തരം വിമർശനം എന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് അത് നല്ലതാണ്. കാരണം അതുകൊണ്ടൊരു നഷ്ടം വരുന്നത്, അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അല്ല അത് ദുർബലപ്പെടുത്തുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തുന്നത് ഈ വർഗീയതയുടെ വളരെ വലിയ വളർച്ചയാണ്. അത് കേരളത്തിൽ 2 പ്രധാനപ്പെട്ട മുന്നണികളും അത് മറന്നുപോയിട്ടുണ്ട്. അത് ഇലക്ട്രൽ ഡിവിഡൻ്റായിട്ട് എപ്പം വരും, അതിന് എത്രത്തോളം ട്രാക്ഷൻ ഉണ്ടാകും, അതിന് എത്രത്തോളം ക്രിട്ടിക്കൽ മാസ് ഉണ്ടാകും എന്നുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി, അത് ആർക്കൊക്കെ നഷ്ടമാകും എന്നുള്ളതൊക്കെ നമുക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP കിട്ടുന്ന സീറ്റുകളേക്കാൾ കൂടുതൽ BJP കിട്ടുന്ന വോട്ടാണ്. ആ വോട്ട് എന്ന് പറയുന്നത് ഓരോ വോട്ട് നമുക്ക് 3 പേർക്ക് ഓരോ വോട്ട് ഉള്ളതുപോലെ അല്ലേ ഈ വോട്ടുകളൊക്കെ വരുന്നത്. അതിൻ്റെ ഒക്കെ പുറകിൽ അതിൻ്റേതായ പൊളിറ്റിക്സ് ഉണ്ട്. നമ്മുടെ നാടിനെ അട്ടിമറിക്കാനുള്ള, അണ്ടർമൈൻ ചെയ്യാനുള്ള, ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന പൊട്ടൻഷ്യലുള്ള വോട്ടുണ്ട്. ആ വോട്ട് എത്രത്തോളം ഘനീഭവിക്കും, എവിടെയൊക്കെ പോയി അടിഞ്ഞു ചേരും എന്നുള്ളതും ഞാൻ അത്യാവശ്യം ഭയത്തോടു കൂടി തന്നെയാണ് ഞാനത് കണ്ടിരിക്കുന്നത്. നമുക്ക് എഴുതി തള്ളാവുന്ന നിങ്ങളീ പറയുന്ന നേതൃപരമായ കൺഫ്യൂഷൻസ് ഒക്കെ BJPയിലുണ്ടാവും. കാരണം അവർ മുമ്പോട്ട് വെക്കുന്ന വികസനം എന്നൊക്കെ പറയുമ്പം മനുഷ്യരപ്പം എടുത്തു വെച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഭരിച്ച 2 മുനിസിപ്പാലിറ്റിയിലെ അവസ്ഥ എന്താണ്, പാലക്കാട്ടെയും പന്തളത്തെയും മുനിസിപ്പാലിറ്റികളിലെ അവസ്ഥ എന്താണ്, നിങ്ങൾ ഭരിക്കുന്ന മറ്റ് ഉത്തരേന്ത്യൻ രാജ്യങ്ങളിലെ മനുഷ്യരുടെ അവസ്ഥ എന്താണ്. അതുകൊണ്ട് അത് വിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മുസ്ലിം വെറുപ്പ് അസാധ്യമായിട്ട് വിൽക്കാൻ വേണ്ടി പറ്റും. അത് ഒരു ന്യൂനപക്ഷത്തെ കൂട്ടുപിടിച്ചുകൊണ്ട്, അപ്പോൾ അതിൻ്റെ പ്രഹരശേഷി കൂടുതലാണ്. കാരണം ഹിന്ദുക്കളോട് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമാണ്. അതായത് നോക്കൂ, മറ്റേ മൈനോറിറ്റിക്ക് മനസ്സിലായി ഇവരെത്ര അപകടകാരികളാണ്, നിങ്ങൾക്കിതുവരെ മനസ്സിലാകുന്നില്ല. നമ്മൾ അവരുടെ ഭാഷ ശ്രദ്ധിച്ചറിയാം, കമ്മ്യൂണിക്കേഷൻ്റെ സ്ട്രാറ്റജി ശ്രദ്ധിച്ചാൽ അറിയാം. ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല, എന്താണെന്ന് ഇവർക്ക് മനസ്സിലായി, എന്നിട്ട് നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നില്ല. അമ്മാതിരിയുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള പ്രചരണം അവർ നടത്തിയിട്ടുണ്ട്. ആ പ്രചരണത്തിൻ്റെ ഒരു ഫലം, അതിൻ്റെ റിഫ്ലക്ഷൻ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വരും എന്നുള്ള തോന്നൽ എനിക്കുണ്ട്. നേതൃപരമായി ശ്രീകുമാറിനോട് ഞാൻ യോജിക്കുന്നു. ഈ പറയുന്ന പോലെ ഒരു നാടിനുള്ളൊരു പദ്ധതി എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് മുമ്പോട്ട് വെക്കാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും മുമ്പോട്ട് വെച്ചിട്ടല്ല നരേന്ദ്രമോദി 3 പ്രാവശ്യം ഇന്ത്യയിൽ ജയിച്ചത്. നമുക്കറിയാം അവർ മുമ്പോട്ട് വെച്ചതൊക്കെ എവിടെ പോയി എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷേ അവർക്ക് അപ്പോഴും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി പറ്റുന്നു. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി പറ്റുന്നത് ഈ വെറുപ്പ് വളരെ അതിഗംഭീരമായി മനുഷ്യരുടെ മനസ്സിൽ പ്ലാന്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. കേരളം കുറേ നമ്മൾ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നാടാണിത്. അതുകൊണ്ട് അത് അത്ര എളുപ്പം പറ്റിയിട്ടില്ല. പക്ഷേ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. നമ്മൾ ഇപ്പോൾ പൊതുവിൽ നമ്മുടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വഭാവം
നമ്മൾ ഏതാണ്ട് ഈ ചർച്ചയിൽ പറഞ്ഞു, ഏതാണ്ട് മൂന്ന് മുന്നണികളുടേത്. ഇപ്പം നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു ക്രൂഷ്യലായിട്ടുള്ള ഇഷ്യൂസ് എന്തായിരിക്കും? ഇപ്പം ലെഫ്റ്റ് ഫ്രണ്ടിൻ്റെ മാനിഫെസ്റ്റോ അവർ ഓൾറെഡി ഇറക്കി കഴിഞ്ഞു. അവർ പ്രധാനമായിട്ടും 10 വർഷമായിട്ട് കേരളത്തിൽ ഇതുവരെ കാണാത്ത വികസനങ്ങൾ കൊണ്ടുവന്നു എന്നുള്ള ഒരു നിലയിലാണ് അവർ വയ്ക്കുന്നത്. ഇപ്പോൾ ഏറ്റവും മുന്നോട്ട് വെച്ചിട്ടുള്ള പോയിന്റ് മറ്റേ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നതാണ്. അതിൻ്റെ ഫർദർ ഇൻറ്റൻസിഫിക്കേഷൻ, അല്ലെങ്കിൽ അത് കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ അങ്ങനെ വളരെ സൂക്ഷ്മ തലത്തിൽ അതെല്ലാം എത്രത്തോളം നടപ്പിലാക്കുക എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ഉദാഹരണത്തിന് ഇപ്പം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്ട്രീറ്റ് ഡോഗ് അല്ലെങ്കിൽ തെരുവ് നായ്ക്കളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് അതിനു വേണ്ടുന്ന ഷെൽട്ടർ ഒരുക്കും സുപ്രീം കോടതി വിധി പ്രകാരം. ഇങ്ങനെയൊക്കെയുള്ള വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു സാധനം വെച്ചിട്ടുണ്ട്. ഇന്നലെ ഇവർ UDFും ഒരു മാനിഫെസ്റ്റോ ഇറക്കിയിട്ടുണ്ട്. ഏതാണ്ട് ഇതേ പോയിന്റുകളൊക്കെ തന്നെയാണ് അതിലും വരുന്നത്. പക്ഷേ ഒരു ജനറൽ ഇതിലെന്ന് പറഞ്ഞാൽ UDF ഇപ്പോഴും ബാങ്ക് ചെയ്യുന്നത് ഒരു പിണറായി വിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു സാധനത്തിലല്ലേ അവരുടെ പ്രധാന അജണ്ട വയ്ക്കുന്നത്. തീർച്ചയായും അത് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ഒരിക്കലും 70% ജനങ്ങളെ ഒരിക്കലും ബാധിക്കില്ല. അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതല്ല. കാരണം നമ്മളൊക്കെ പണ്ട് ചെറുപ്പത്തിലെ ഇലക്ഷൻ പ്രചരണത്തിന് പോകുമ്പോൾ വീടുകളിൽ കയറി ഇറങ്ങുമ്പോഴത്തേക്കും ഈ മാനിഫെസ്റ്റോ കൊടുക്കുമ്പോൾ അതെങ്കിലും മൂലയ്ക്ക് വലിച്ചെറിയും. എന്നിട്ട് ആ വോട്ടേഴ്സ് ലിസ്റ്റ് ആ ലിസ്റ്റ് കാണിച്ചാൽ വോട്ട് ചെയ്യുന്നത്. അത് മാത്രം അവർ വാങ്ങിച്ചു. കാരണം മാനിഫെസ്റ്റോ വായിക്കാനും അത് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതിൻ്റെ സമയം കളയാൻ സാധാരണ മനുഷ്യന് വോട്ടർക്ക് താല്പര്യമില്ല. അപ്പോൾ LDFിൻ്റെ മാനിഫെസ്റ്റോയും UDFിൻ്റെ മാനിഫെസ്റ്റോയും അടിസ്ഥാനപരമായിട്ട് ഏട്ടിൽ കണ്ട പശുവാണെന്നാണ് പൊതുവെ ആളുകളുടെ എല്ലാവരുടെ ഒരു വിശ്വാസവും ധാരണയും. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, UDFിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴും മുന്നോട്ട് വയ്ക്കാനുള്ളത് അടിസ്ഥാനപരമായിട്ട് ഈ പിണറായി വിരുദ്ധ വോട്ടുകൾ എങ്ങനെ സമാഹരിക്കപ്പെടും എന്നുള്ളൊരു ചിന്ത മാത്രമാണ്. കാരണം അതൊരു രാഷ്ട്രീയമുണ്ട്, അതൊരു നല്ലൊരു രാഷ്ട്രീയമുണ്ട്. കാരണം വെച്ചാൽ പ്രതിപക്ഷത്തിൻ്റെ ജോലി അടിസ്ഥാനപരമായിട്ട് ഭരണപക്ഷത്തിനെ ജനങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാം താത്വികമായ വിഷയങ്ങളെല്ലാം അതിൻ്റെ പിന്നാലെ വരുള്ളൂ. അടിസ്ഥാനപരമായിട്ട് പിണറായി വിജയൻ അയാളുടെ സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന വെറുപ്പിനെ സ്വാംശീകരിച്ച് സമാഹരിച്ച് ഒരു ചാനലൈസ് ചെയ്ത് ആ ഒരു ആ ഒരു എതിർപ്പിനെ വോട്ടാക്കി മാറ്റുക എന്നുള്ളത് മാത്രമാണ് അടിസ്ഥാനപരമായിട്ട് പ്രതിപക്ഷത്തിന് ചെയ്യാനുള്ളത്. അത് ഇവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചെയ്യാൻ ശ്രമിക്കുന്നത് പഴയതുപോലെ വിജയിക്കുന്നില്ല എന്നുള്ളത് അതിൻ്റെ UDFിൻ്റെ ഉള്ളിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ്. അത് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് വാസ്റ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം പഴയതുപോലെ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ വളരെ പോപ്പുലറായിട്ടൊരു നേതൃത്വം UDFിന് ഇല്ല ഇപ്പോഴും. ഈ AN കരുണാകരൻ, ഉമ്മൻചാണ്ടി, രമേശിന് അത്രയും വരുന്ന ഒരു പോപ്പുലറായിട്ടുള്ള നേതൃത്വം UDFിന് ഇല്ലാത്തത് കൊണ്ട് ഇത് ഏത് വഴിക്ക് ചാനലൈസ് ചെയ്ത് പോകുന്നത് ആദ്യമേ ചിന്തിക്കാനുള്ള ഒരു കരുത്ത് അവർക്കില്ല. രണ്ടാമത്തെ കാര്യം, മുസ്ലിം ലീഗിനെ പോലൊരു പാർട്ടി എന്ന് പറയുന്നത് തുറന്നു പറഞ്ഞാൽ കോൺഗ്രസിലെ ഇപ്പോഴത്തെ നേതൃത്വമായിട്ട് വലിയ ആത്മബന്ധമുള്ളവരല്ല മുസ്ലിം ലീഗ് നേതൃത്വം. അത് വലിയൊരു പോരായ്മയാണ് യഥാർത്ഥത്തിൽ UDFിൻ്റെ കാര്യത്തിലുള്ളത്. പണ്ടെന്ന് പറഞ്ഞാൽ കരുണാകരൻ്റെ, ആൻ്റണിയും ഉമ്മൻചാണ്ടിയുടെ കാലം വരെ ഈ ലീഗ് എന്ന് പറയുന്നത് പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും ഇത് കൃത്യമായിട്ട് UDF നേതൃത്വത്തിൻ്റെ ഇൻ്റഗ്രൽ പാർട്ടെന്ന് വെറുതെ പറയുന്ന കാര്യത്തിൽ അതങ്ങനെ തന്നെയായിരുന്നു. കാരണം അവർ ഈ കോൺഗ്രസ് നേതൃത്വത്തെ വിശ്വസിച്ചിരുന്നു. കരുണാകരനായാലും ആൻ്റണി ആയാലും ഉമ്മൻചാണ്ടി ആയാലും അവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് ഈ പറയുന്ന ഒരു ആത്മബന്ധം ഇപ്പോഴുള്ള നേതൃത്വമായിട്ടില്ല. ഞാൻ വ്യക്തികളുടെ പേരിലാണ് പറയുന്നത്, ഇപ്പോഴുള്ള നേതൃത്വമായിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വടക്കൻ കേരളത്തിൽ ഈ കോൺഗ്രസ് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടാൻ പോകുന്നത് വടക്കൻ കേരളത്തിലാണ്. വടക്കൻ കേരളത്തിൽ ഈ മുസ്ലിം ലീഗ് അല്ലാതെ കോൺഗ്രസ് എന്ന് പറഞ്ഞ് എടുത്ത് കാണിക്കാൻ എനിക്ക് തോന്നുന്നത് കണ്ണൂർ, പിന്നെ കോഴിക്കോട് ജില്ലയിലെ ചില ഭാഗങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഈ UDFിൻ്റെ എല്ലാ പ്രചരണ സംവിധാനം ചലിപ്പിക്കുന്നത് മുസ്ലിം ലീഗാണ്. അവിടെ നമ്മളൊരു കോൺഗ്രസിൻ്റെ ഒരു പരിപാടിക്ക് പോയാൽ അറിയാം, ഒരു 100 പേര് വന്നാൽ 80 പേര് മുസ്ലിം ലീഗുകാരായിരിക്കും UDFിൻ്റെ പരിപാടി. അതായത് ഇലക്ഷൻ പ്രചരണം ആയിക്കോട്ടെ, രാഹുൽ ഗാന്ധിയുടെ പരിപാടി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ. അപ്പോൾ ഇതിനെ ചലിപ്പിക്കുന്നത് അവരാണ്. ഈ അവരുടെ അണികൾക്കിടയിലുള്ള ഒരു CPM വിരോധമുണ്ട്. ഈ മുസ്ലിം ലീഗ് നേതൃത്വത്തിനല്ല, മുസ്ലിം ലീഗ് അണികൾ ഇൻഹറൻ്റായിട്ട് CPM വിരോധികളായിട്ടുണ്ട് പ്രാദേശികമായിട്ട്. അപ്പോൾ എപ്പോഴും ഈ കോൺഗ്രസിൻ്റെ വിജയം എന്ന് പറയുന്നത് ഇൻഹറൻ്റായിട്ടുള്ള ഈ മുസ്ലിം ലീഗ് അണികൾ അവരുടെ CPM വിരോധമാണ്. അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു CPM വിരോധത്തെ ഉപയോഗിച്ചാണ് കോൺഗ്രസ് പലപ്പോഴും ഉത്തര കേരളത്തിലും നമ്മൾ നോർത്തേൺ മലബാർ, സെൻട്രൽ മലബാർ എന്നൊക്കെ പറയുന്ന ആ പ്രദേശത്ത് കയറിപ്പോരാറുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ഷാഫി പറമ്പിൽ പോലും അവിടുന്ന് 2000 വോട്ടിന് ശ്രീധരനെതിരെ ജയിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൃത്യമായും മുസ്ലിം വോട്ടുകൾ അദ്ദേഹത്തിന് ആ സമയത്ത് ലഭിച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമാഹരണം പലയിടത്തും നടക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും പ്രത്യേകിച്ച് കോഴിക്കോടൊക്കെ പലപ്പോഴും കോൺഗ്രസിൻ്റെ കൗൺസിലർമാരും UDFിൻ്റെ കൗൺസിലർമാരും MLA മാരും കയറി പോകുന്നത് അതുകൊണ്ടാണ്. എന്നാൽ ഈ പറയുന്ന കാലയളവിൽ ഇപ്പോൾ ഈ ഒരു മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ ഒരു ആത്മവിശ്വാസക്കുറവ് ശരിക്കും ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. അത് കോൺഗ്രസിന് ഉത്തര കേരളത്തിൽ, കാരണം ചില മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ലീഗിന് UDF സീറ്റ് നൽകാൻ മടിക്കുന്നു എന്നുള്ള ആരോപണമൊക്കെ
ചെറുതായിട്ടാണ് പോകുന്നെങ്കിലും ഉത്തര കേരളത്തിലെ പല ലീഗ് അണികൾ അവരുടെ ഈ SDPയും വെൽഫെയർ പാർട്ടിയും PDPയും ഒക്കെ മറ്റ് ഫ്രിഞ്ച് എലിമെൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇതെല്ലാം പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് പരക്കും. അപ്പോൾ അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിൻ്റെ അണികൾക്കിടയിൽ ഒരു ചോദ്യം ഉയർത്തിയത്, ഞങ്ങൾക്ക് കോട്ടയത്തും കൊല്ലത്തും ഇവരെന്താ സീറ്റ് നൽകാത്തത്, ഞങ്ങൾ കോട്ടയത്ത് കൊടുത്തു എനിക്ക് തോന്നുന്നു. കോട്ടയത്ത് കൊടുത്തു. അല്ല, അങ്ങനെ അതൊരു എന്താ പറയുക, ഈവൻ തിരുവനന്തപുരത്തും എല്ലാം സീറ്റ് അവർ ആവശ്യപ്പെട്ട സീറ്റുകളൊന്നും കൊടുത്തു. കാരണം മറ്റേ കൊല്ലത്ത് നിങ്ങൾ രാജിവെച്ചിട്ട് കോൺഗ്രസ് ആയിട്ട് മത്സരിക്കുമെന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു സംവരണ മണ്ഡലത്തിൽ അയാളോട് മത്സരിച്ചിട്ട് കോൺഗ്രസ് ആയിട്ട് മത്സരിക്കും വരെ പറയേണ്ടത്. അങ്ങനെ ആന്റണിയുടെ ഒരു പ്രസ്താവനയൊക്കെ വലിയ ഇതാക്കി. പക്ഷെ അത് പണ്ടത്തെ പോലെയല്ല. പണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകരുത്. കാരണം ഇരവിപുരത്ത് ഒരു സീറ്റ് കൊടുത്താൽ ലീഗിന് തെക്ക് സീറ്റ് കിട്ടി, ഓക്കെ, അതൊരു ചർച്ചയാവില്ല. പക്ഷെ ഇപ്പോൾ വടക്കെന്ന് വെച്ചാൽ വടക്ക് ചർച്ചയാവും. നിങ്ങളോട് SDPക്കാരൻ ചോദിക്കുന്നു, മറ്റേ പോപ്പുലർ പഴയ PDPക്കാരൻ ചോദിക്കുന്നു, ഇത് കണ്ടില്ലേ നിങ്ങൾ ഇന്നലെ കഷ്ടപ്പെട്ടിങ്ങനെ. അപ്പം അതുപോലെ തന്നെ ഈ മുസ്ലിം ഈ CPMലുള്ള മുസ്ലിം പ്രാതിനിധ്യമുണ്ട്, അവരും ചോദിക്കുന്നു. ഇതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുന്നത് UDFൽ ഒരു വലിയൊരു അങ്കലാപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ആദ്യം ജേക്കബ് സാർ പറഞ്ഞ ആ വിഷയം വരുന്നത്. ഈ ക്രൈസ്തവ മുസ്ലിം റിഫ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വൈഡായിട്ട് വരിക. ഇത് ശ്രദ്ധിച്ചു ശ്രീമാർ പറഞ്ഞത്. അതായത് മുസ്ലിം ലീഗിനൊരു സീറ്റ് കൊടുത്താൽ ഉടനെ ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളൊരു നരേഷൻ വന്നു കഴിഞ്ഞു. അത് വേണ്ടി നിങ്ങൾ വിട്ടുപോയൊരു കൂട്ടരുണ്ട്, ജമാഅത്തെ ഇസ്ലാമി. അവരുടെ വലിയ പ്രചരണം വെച്ചുകൊണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവർ കൊണ്ടുവരുന്ന ഒരു സാധനമുണ്ട്. വയനാട്ടിൽ മുസ്ലിം ലീഗിനാകെ ജില്ലാ കൗൺസിലിലേക്ക് 53 സീറ്റ് എല്ലാം കൂടെ ഉള്ളതിൽ ബ്ലോക്കും ജില്ല കൊണ്ട് 53 സീറ്റിൽ ആകെ 2 സീറ്റാണ് മുസ്ലിം ലീഗിന് കൊടുത്തത്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് കൊടുത്തത് 2 സീറ്റാണ്. മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും കൂടെ സീറ്റ് എടുത്താൽ അതിലെ മുസ്ലിം കാൻഡിഡേറ്റ്സ് അവരുടെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിലെ മുസ്ലിങ്ങൾ എന്തിനാണ് പിന്നെ അവിടെ നിൽക്കുന്നത് എന്നിങ്ങനെ മതത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ, അത് കോൺഗ്രസ്സുകാരോ മുസ്ലിം ലീഗുകാരോ ചെയ്യുന്നതല്ല, അവരെ ഡിഫെൻസീവിലാക്കാൻ വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമി ഇറക്കുന്ന നമ്പറാണ്. പലപ്പോഴും കോൺഗ്രസ് അതിൻ്റെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇവരെ ഉപയോഗിച്ചതിൻ്റെ തിരിച്ചടിയാണിത്. നമ്മൾക്ക് അത് ഞാൻ CPMകാരോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുന്നത് 18,000 വോട്ടിനാണ്. പേര് പറയാൻ എനിക്ക് നാണക്കേടുണ്ടെങ്കിൽ ആ 18,000 വോട്ടിന് ജയിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ജയം എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അക്കൗണ്ടിലേക്ക് വിട്ടുകൊടുക്കുന്നത് ഞാൻ CPM നേതാക്കന്മാരോട് ചോദിച്ചിട്ടുണ്ട്. അത് അവിടുത്തെ മനുഷ്യർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ്. അവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് 1000 അല്ലെങ്കിൽ 2000 വോട്ട് ആണ് വരുന്നത്. 18,000 വോട്ടിന് ജയിച്ചു കഴിയുമ്പോൾ അത് കോൺഗ്രസിൻ്റെ വിജയമായിട്ട് കണക്കാക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കൊണ്ടല്ല, അത് ആ അക്കൗണ്ടിലേക്ക് മാറ്റരുത്. ഇവർ എടുക്കുന്ന പണി എന്ന് പറയുന്നത് നമ്മുടെ സെക്യുലർ പൊളിറ്റിക്സിൻ്റെ അടിവേര് മാന്തുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളെയും മതപരമായിട്ട് കാണാൻ മറ്റുള്ള പാർട്ടികളെ, അതാണ് കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും പ്രേരിപ്പിക്കുകയാണ് ഇവർ. എല്ലാത്തിനെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കാണൂ. ഞങ്ങൾക്കൊപ്പം അല്ലാത്ത എല്ലാവരും RSSൻ്റെ ഏജൻറ്റുമാരാണ്. ഈ വലിയ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം നടക്കുന്നുണ്ട്. അത് ഞാൻ ശ്രീകുമാർ പറഞ്ഞത് ഞാൻ തീർച്ചയായിട്ടും. കാരണം ഞാൻ അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ കണ്ടു. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ മധ്യ കേരളത്തിൽ ക്രൈസ്തവ വോട്ടുകൾ കോൺഗ്രസ് സംബന്ധിച്ച് നിർണ്ണായകമാണ്, UDF സംബന്ധിച്ചോളം. പക്ഷേ ഈ പണ്ട് നിങ്ങൾ ഓർക്കേണ്ട, കാരണം നമ്മുടെ DC കിഴക്കമറയുടെ ഫാദറിലെ ഉണ്ടല്ലോ, അദ്ദേഹമാണ് സ്ഥാപകരായിരുന്നു അദ്ദേഹം, ജോസഫ് പുലിക്കുന്നിൽ. അദ്ദേഹത്തിന് ആത്മകഥ പറയുന്നുണ്ട്, ഈ മുസ്ലിം ലീഗ് 1960-ൽ കേരള കോൺഗ്രസിനെ UDFൽ കൊണ്ടുവരണമെന്നും എന്നിട്ട് തങ്ങളുടെ കയ്യിലിരുന്ന കൽപ്പറ്റ സീറ്റ് കേരള കോൺഗ്രസിന് കൊടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ട് അവർ ആ സീറ്റ് കൊടുത്തു. കാരണം വെച്ചാൽ കേരളത്തിൽ കേരള കോൺഗ്രസിനെ സ്വാഗതം ചെയ്ത കേരള കോൺഗ്രസ് ഉണ്ടായപ്പോൾ കോൺഗ്രസ് അതിനെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. ആ സമയത്ത് കേരള കോൺഗ്രസിനെ രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്ന് വാദിച്ചവരും മുസ്ലിം ലീഗുകാരായിരുന്നു. കാരണം എന്നിട്ട് കൽപ്പറ്റ സീറ്റ് അവർക്ക് കൊടുത്തു. ഇപ്പോൾ തിരുവമ്പാടി പോലുള്ള നിയോജക മണ്ഡലത്തിൽ അവിടെ മുസ്ലിം ലീഗാണ് മത്സരിക്കുന്നത്. മുസ്ലിം ലീഗിനെ മത്സരിപ്പിക്കരുതെന്ന് പലപ്പോഴും ഈ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ കോൺഗ്രസിനോടും UDFനോടും ഡയറക്റ്റായിട്ട് ആവശ്യപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായി. കാരണം ഒരു മുസ്ലിം സ്ഥാനാർത്ഥി എന്നോടൊരു കേരള കോൺഗ്രസ് നേതാവ് പറഞ്ഞു, ജോസഫ് ഗ്രൂപ്പിൽ നേതാവ് പറഞ്ഞത്, നിങ്ങൾ എഴുതി വെച്ചോ, ലീഗിന് മധ്യ കേരളത്തിൽ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഏതെങ്കിലും സീറ്റ് UDF കൊടുത്തോ, പിന്നെ ആ പ്രദേശം നോക്കണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അത് ജോസഫ് ഗ്രൂപ്പിൻ്റെ UDFലെ ഘടകകക്ഷിയായ ജോസഫ് ഗ്രൂപ്പിൻ്റെ നേതാവാണ്. അദ്ദേഹം ജോസഫ് ഗ്രൂപ്പ് വിടാൻ നിൽക്കുന്നതൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. അദ്ദേഹത്തിനോട് പറഞ്ഞു. കാരണം വെച്ചാൽ നേരത്തെ ജേക്കബ് സാർ പറഞ്ഞവർ ഈ റിഫ്റ്റ് ഇത്രയും വലുതാക്കിയതിന് പിന്നിൽ അത് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, രാഷ്ട്രീയമായ കാരണത്തെക്കാൾ ഉപരി സാമൂഹികവും സാമ്പത്തികമായ കാരണങ്ങളാണ് ഈ ക്രൈസ്തവരുടെ ഇടയിൽ മുസ്ലിം വിരോധം വർദ്ധിക്കാൻ കാരണം. അത് CPM ഒരുപക്ഷെ അതിനെതിരെ കണ്ണടയ്ക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു ക്രൈസ്തവർ
ക്രൈസ്തവർക്കിടയിലെ മുസ്ലിം വിരോധം വളരണമെങ്കിൽ വളർന്നോട്ടെ. കാരണം രണ്ട് മൈനോറിറ്റി ഒരുമിച്ച് UDF വോട്ട് ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കട്ടെ. എന്നിട്ട് രണ്ട് മൈനോറിറ്റി രണ്ട് വിഭാഗത്തിൽ പോയി കഴിഞ്ഞാൽ, അത് സ്പ്ലിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്ര UDF ശക്തി കുറയുമല്ലോ എന്നുള്ളൊരു രാഷ്ട്രീയ തന്ത്രം അവിടെ CPM എടുത്തു എന്നുള്ളത് വസ്തുതയാണ്. ആ രാഷ്ട്രീയ തന്ത്രം പക്ഷേ ദീർഘകാലത്തെ അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വളരെയേറെ അപകടകരമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ CPM അപ്പോൾ കിട്ടുന്ന രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി, പണ്ട് നമ്മൾ മദിനെയൊക്കെ അവിടെ കൊണ്ടിരുത്തി അത്തരം ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണോ ഈ മുസ്ലിം വിഭാഗത്തെ ഉപയോഗിച്ച്, അതുപോലെ തന്നെ ക്രൈസ്തവരും മുസ്ലിങ്ങളും അകന്നു നിൽക്കുകയാണെങ്കിൽ അത്തരം പരിക്കേൽക്കുന്നത് UDF ഞങ്ങൾക്കല്ലല്ലോ എന്നുള്ള രാഷ്ട്രീയം അവിടെ CPM കൈക്കൊണ്ടു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതും കൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ഈ UDF സംബന്ധിച്ചിടത്തോളം ഈ ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ രണ്ട് ഭാഗത്തായിട്ട് നിൽക്കുന്നതും നേരത്തെ പറഞ്ഞ പോലെ ക്രൈസ്തവ വോട്ടുകൾ BJP അല്പമെങ്കിലും പോകുന്നതും ആത്മഹത്യാപരമാണ്. ഒരു 1.5% ക്രൈസ്തവ വോട്ടുകൾ BJP ചാഞ്ഞാൽ പോലും തെക്കൻ പ്രദേശങ്ങളിൽ, മധ്യ തെക്കൻ കേരളത്തിൽ UDF ഏൽക്കുന്ന പരിക്ക് ഭയാനകമായിരിക്കുന്നതായിട്ട് ഒരു സംശയം വേണ്ട. അത് ചിലപ്പോൾ ഇതിൽ വിസിബിൾ ആയില്ലെങ്കിലും നമുക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായിട്ട് വിസിബിൾ ആവും. ക്രൈസ്തവ വോട്ടുകൾ BJP മാറിപ്പോകുന്നത് കോൺഗ്രസിനെയും UDF സംബന്ധിച്ചിടത്തോളം പിന്നെ അതൊരു നടുക്കടലിൽ പെട്ട അവസ്ഥയിലാവുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇത് ജേക്കബ് എങ്ങനെയാണ് കാണുന്നത്? ഇതിനകത്ത് എനിക്ക് ഒരു പുള്ളി പറഞ്ഞതിൽ ഞാൻ ബ്രോഡ്ലി എഗ്രി ചെയ്യുന്നതാണ്. അതിനകത്ത് ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇത് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലുണ്ടായ ഈ ഹിന്ദു ഈ മുസ്ലിം വിരുദ്ധത മാറി അത് വെറുപ്പായി മാറുന്നത്, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നേ ഞാൻ പറയുള്ളൂ. അതിന് കാരണം അതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലായി തുടങ്ങിയപ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ അവർ കാസ എന്ന് പറയുന്ന ആ ക്രിമിനൽ സംഘത്തെ പേരെടുത്ത് പറഞ്ഞു. അത് ഇപ്പം ശ്രീകുമാർ പറഞ്ഞ പോലെയാണെങ്കിൽ അത് നടന്നോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നല്ലോ. അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് ശരിയാണ്. കാരണം ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിനിടയിൽ ഉണ്ടാകാവുന്ന ഒരു വെറുപ്പ് UDF ദുർബലമാക്കും. പക്ഷേ അത് UDF മാത്രമല്ല ദുർബലമാക്കുന്നത്, കേരളത്തെ മൊത്തം ദുർബലമാക്കും. അതുകൊണ്ടത് കൃത്യമായിട്ട് തിരിച്ചറിയുകയും അത് കാസ എന്ന് പറയുന്ന ആ സംഘത്തെ വളരെ കൃത്യമായി സംസ്ഥാന സമ്മേളനത്തിൽ പേരെടുത്ത് തന്നെ പറഞ്ഞു. അവർ നടത്തുന്ന ഈ വർഗീയവാദി പ്രവർത്തനത്തിൽ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ആദ്യം അതിൻ്റെ സിഗ്നലുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിടിച്ചില്ല എന്ന് പറഞ്ഞതിൽ ഞാൻ അംഗീകരിക്കും. പക്ഷേ അത് തിരിച്ചറിഞ്ഞപ്പം അതിനെതിരെ പ്രതികരിക്കാൻ CPM തയ്യാറായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ലാർജറായിട്ട് കണക്കാക്കിയാൽ CPM സംബന്ധിച്ചിടത്തോളം LDF നേരിടുന്ന ഈ പ്രശ്നങ്ങൾ, UDF നേരിടുന്ന ഈ പ്രശ്നങ്ങൾ CPM ഇല്ല. CPM സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രകടന പത്രികയിൽ അവർ മുമ്പോട്ട് വെക്കുന്നത് അവർ ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് എനിക്ക് തോന്നുന്നു അത് ഈ പിണറായി വിജയനോടുള്ള ഒരു എതിർപ്പ് എന്നുള്ളത് മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ അവരെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ബട്ട് പിന്നെ നമ്മളതിൻ്റെ ഒരു ഗ്രൗണ്ടിൽ സാധാരണഗതിയിൽ നമ്മൾ കാണാത്ത പല കാര്യങ്ങളും നടത്തിയെടുത്ത ഒരു സർക്കാർ. ഇപ്പോൾ ഈ അതിദാരിദ്ര്യമുക്ത പരിപാടിയിൽ എനിക്ക് ഇപ്പോഴും അതിൻ്റെ പല കാര്യങ്ങളും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാനതിൻ്റെ അവരുടെ ഈ സർവേ നടത്തിയിട്ട് ഓരോ കുടുംബത്തിനു വേണ്ടി മൈക്രോ പ്ലാനുകൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ആ മൈക്രോ പ്ലാനുകൾ നമ്മൾ വായിക്കുമ്പം നമ്മുടെ സർക്കാർ സംവിധാനം തന്നെയാണ് ഇത് ഉണ്ടാക്കിയത് നമുക്ക് വിശ്വസിക്കാൻ വയ്യ. നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് സെക്രട്ടറിയും ഗ്രാമസഭയും പഞ്ചായത്ത് സെക്രട്ടറിയും പിന്നെ സർക്കാരും ഒക്കെ ചേർന്നിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സാധാരണഗതിയിൽ ഒരു വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള NGO ചെയ്യുന്ന ഒരു വർക്കാണ് അവർ സർക്കാർ സംവിധാനം ചെയ്തത്. അങ്ങനെ ഇപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം വയനാട്ടിൽ ഈ വീടുകൾ ഉണ്ടാക്കുന്നത് മാത്രമല്ല, വയനാട്ടിൽ ഈ ദുരന്തബാധിതരായ ഓരോ വീടുകൾക്ക് വേണ്ടിയും അവർ മൈക്രോ പ്ലാനുകൾ ഉണ്ടാക്കുകയാണ്. എങ്ങനെയാണ് ഈ കുടുംബത്തിന് ഇനി മുമ്പോട്ട് പോകാൻ? അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഗ്രൗണ്ടിൽ കാര്യങ്ങൾ ചെയ്തതിൻ്റെ അതിൻ്റെ ഫലം ഇപ്പം കോൺഗ്രസ് ഇപ്പം നമ്മൾ ലൈഫ് മിഷൻ പ്രോജക്റ്റ് എടുത്താൽ ആ പ്രോജക്റ്റ് നടപ്പാക്കിയെടുത്തു എന്നുള്ളതാണ്. ഇപ്പം ഈ ലൈഫ് മിഷൻ്റെ പ്രോജക്റ്റിൽ എനിക്കൊന്ന് ആദ്യത്തെ ഏകദേശം 50,000 വീടുകൾ നമ്മൾ ഈ പറയുന്ന ഇതിനു മുമ്പുണ്ടായിരുന്ന പലതരം ഭവന പദ്ധതികൾ നമുക്കുണ്ട്. EMS ഭവന പദ്ധതി, 2 ലക്ഷം വീട് പദ്ധതി, ആശ്രയ പദ്ധതി, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തൊക്കെ പകുതി തീർന്ന വീടുകളുണ്ടായിരുന്നു. ഇപ്പം ഒരു തറക്കല്ലിട്ടു, പിന്നെ ഇതിന് മുകളിൽ ടാർപോളിൻ വലിച്ചു കെട്ടി. ഈ വീടുകളാണ് ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ ആദ്യമായിട്ട് തീർത്തത്. അപ്പം ഈ ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് മോഡിൽ കാര്യങ്ങൾ ഗ്രൗണ്ടിൽ ചെയ്ത് തീർത്തതിൻ്റെ ആത്മവിശ്വാസം
ഇടതുപക്ഷ മുന്നണിക്കുണ്ട്. അവർക്ക് മനുഷ്യരോട് പറയാൻ വേണ്ടി പറ്റും, ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ ഇനിയും ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ഇതാണ് എന്ന് പറയുമ്പം അവർക്ക് കിട്ടുന്ന അതാണ് ദേ ആർ ബാങ്കിങ് ഓൺ ദാറ്റ്. ഇപ്പം സമുദായത്തിലുണ്ടാകുന്ന, നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ഈ ഛിദ്രങ്ങളെ അത് വെച്ച് മറികടക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ അതുകൊണ്ട് അതാണ് അടിസ്ഥാനപരമായിട്ട് LDFനും UDFനും ഗുണം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതാണ് നമ്മുടെ പെർഫോമൻസിൻ്റെ ബേസിസിൽ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്നുള്ളത് കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്, കോൺഗ്രസ് അത് തിരിച്ചറിയണമെന്നും അത് തിരുത്തണമെന്നും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്നുള്ളത്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയ്ക്ക്, ഇപ്പോൾ നമ്മൾ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അതിൻ്റെ മുദ്രാവാക്യങ്ങളും അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ അതിനൊരു വഴിക്ക് നടക്കും. പക്ഷേ അപ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ്. കാരണം അതിന് പിന്നെ വാർഡ്, പിന്നെ മണ്ഡലം, ബ്ലോക്ക്, ജില്ല, സംസ്ഥാനം, അതിനൊക്കെ ഒരു നെറ്റ്വർക്കുണ്ട്. ഒരു വളരെ സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. പറയുന്ന സംഘടനാ ശേഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും ഇത് പറയുമ്പം ഇപ്പോൾ നേതാക്കന്മാർ പറയുന്നത് ഗ്രാസ് റൂട്ട് ലെവലിൽ ഞങ്ങൾ പാർട്ടിയെ ശക്തമാക്കും. ഞാൻ അതല്ല കാണുന്നത്. ഗ്രാസ് റൂട്ട് ലെവലിൽ ഇപ്പോഴും കോൺഗ്രസ്സുകാരുണ്ട്, അവരൊക്കെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം അത് അങ്ങേയറ്റം ദ്രവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള തോന്നലുണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ KSUവിലും യൂത്ത് കോൺഗ്രസ്സിലൊക്കെ പ്രവർത്തിച്ച് KPCC പ്രസിഡൻ്റ് ആകുന്ന പോലെയല്ല ഇപ്പോൾ KPCC പ്രസിഡൻ്റ് നിയമസഭാ കക്ഷി നേതാക്കന്മാരാകും. അപ്പം അത് ഒരു റോട്ട് ആ പാർട്ടിയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത്, ഇപ്പോൾ എനിക്ക് അറിയില്ല, പക്ഷേ എല്ലാവരും പറയുന്ന ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം നോമിനേഷൻ പത്രികകൾ തള്ളിപ്പോകണമെന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഘടനാശേഷിയുടെ ഒരു ദൗർബല്യമല്ലേ അതായത് എറണാകുളം പോലുള്ളൊരു സ്ഥലത്ത് ഇപ്പം വളരെ റിമോട്ടായിട്ടുള്ളൊരു പഞ്ചായത്തിൽ മത്സരിക്കുന്ന ഒരാളിൻ്റെ നാമനിർദ്ദേശ പ്രക്രിയ ചിലപ്പോൾ സാങ്കേതികമായിട്ട് തള്ളിപ്പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എറണാകുളം, അതേപോലെ കോഴിക്കോട് കോർപ്പറേഷൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ മേയർ സ്ഥാനാർത്ഥി അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്, ഈ ഗ്രൗണ്ട് ലെവലിൽ രാഷ്ട്രീയം കളിക്കുന്ന ഒരു പരിപാടി കോൺഗ്രസ് നിർത്തിവെച്ചു. എന്നിട്ട് ടെലിവിഷൻ ചാനലിൽ വന്ന് ഈ പിണറായി വിജയനെ ചീത്ത വിളിക്കുക. ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം സാർ. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, കേരളത്തിൽ പണ്ട് ഒരാൾ മണ്ഡലം പ്രസിഡന്റ് ആവണമെങ്കിൽ അയാൾ മിനിമം 20 വർഷമെങ്കിലും ബൂത്ത് തലത്തിലും മണ്ഡലം തലത്തിലും പ്രവർത്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു 4 ഇലക്ഷനെങ്കിലും അയാൾ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അയാൾക്കറിയാം എങ്ങനെ ഇത് പൂരിപ്പിക്കണം, എങ്ങനെ ഫില്ല് ചെയ്യണം, എവിടെ ഒപ്പിടണം, എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് ആൾക്കറിയാം. അപ്പോൾ അയാൾ അപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റും ഈ പറഞ്ഞ 20-25 വർഷം ജോലി എടുത്തവരായിരിക്കും. അങ്ങനെ DC സെക്രട്ടറി ആയി പോകുന്നതിനും ഏതാണ്ട് 25-30 വർഷം ഇങ്ങനെ താഴെ തട്ട് ജോലി എടുത്തവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു 5-6 ഇലക്ഷൻ അവരെ ഇന്ന് മിസ് ചെയ്ത് പോയിട്ടുണ്ടാവില്ല. കൃത്യമായിട്ട് അവർക്കറിയാം ഇത് നോമിനേഷൻ പൂരിപ്പിക്കേണ്ട എങ്ങനെയാണ്, ആരെ എവിടുന്ന് കണ്ടെത്തണം, ആരെ കണ്ടെത്തിയാലാണ് നമുക്ക് അവിടെ പ്രയോജനമുള്ളതിനെ കുറിച്ചുള്ള ധാരണ. കാരണം ഇവർ നിരന്തരം ഈ 25-30 വർഷം ആ പ്രദേശത്ത് ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇലക്ഷൻ്റെ സ്ട്രാറ്റജി അറിയാം, ജനങ്ങളെ കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ സംഭവിച്ചതെന്ന് അറിയാമോ, ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു പ്രാമുഖ്യം കിട്ടിയതുകൊണ്ട് തന്നെ പൊതുവെ കോൺഗ്രസ്സുകാർ പൊതുവെ വിചാരിച്ചു നമ്മൾ ഈ റീൽസ് കുമാരന്മാരെന്ന് കളിയാക്കുന്നുണ്ടല്ലോ, അത് മുകളിൽ മാത്രമല്ല ഏറ്റവും താഴെ തട്ടിൽ വരെയുണ്ട്. ഏറ്റവും താഴെ തട്ടിൽ പോലും ഈ പറയുന്ന പോലെ നമ്മളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങി ഒന്നാം ബൂത്തിൽ നമ്മൾ കൊടിയുയർത്തി രാജീവ് ഗാന്ധി അനുസ്മരണം നടത്തി മാലയിട്ടു എന്ന് പറഞ്ഞ സാധനമായിട്ട് ഒരു പോസ്റ്റ് ചെയ്യുക. അപ്പോൾ 150 പേര് ലൈക്ക് ചെയ്യും. ഈ 150 പേരും ഈ പാർട്ടിക്കാരാണെന്നും ഈ ലൈക്ക് ചെയ്യുന്ന 150 പേര് അവൻ അറിയാൻ പാടില്ല, ലൈക്ക് ചെയ്യുന്ന 150 പേര് അവൻ കണ്ടിട്ടില്ല, ലൈക്ക് ചെയ്യുന്ന 150 പേര് അവൻ്റെ പാർട്ടിക്കാരാണെന്ന് അവൻ ചിന്തിക്കുന്നു. അങ്ങനെയുള്ള ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെ താഴെ തട്ട് മുതൽ ഏതാണ്ട് ഒരു KPCC തലം വരെ ഉണ്ടായി എന്നുള്ളതാണ് കഴിഞ്ഞൊരു 10 വർഷത്തെ കോൺഗ്രസിൻ്റെ ഒരു അപജയം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് പണ്ടൊക്കെ ഇവിടെ ഞാൻ ഇദ്ദേഹത്തെ പേരൊന്നും പറയില്ല, പഴയൊരു വന്യവയോധികനായ കോൺഗ്രസ് നേതാവുണ്ടായിരുന്നു. ഈ അദ്ദേഹം പണ്ട് കോൺഗ്രസ് എന്നെ കാണുമ്പോൾ ചോദിക്കുന്നത്, എടാ നീ ഇന്ന ആളുടെ മോനല്ലേന്ന് ചോദിക്കുള്ളൂ. കാരണം അയാൾക്ക് എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ അറിയാം, എൻ്റെ ഫാദറിനെ അറിയാം, എന്നെ അറിയാം. അപ്പോൾ അത്രയും ഉള്ള ആളുടെ ഒന്നും ഒരിക്കലും ആ പ്രദേശം വിട്ടു പോകില്ല. അവിടെ അപ്പോൾ അയാൾക്കൊരു ഞാൻ കാണുമ്പോൾ അയാൾക്ക് 65 വയസ്സുണ്ട്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ കോൺഗ്രസ്സുകാരനായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് അറിയാം, എൻ്റെ അച്ഛനെ അറിയാം, എന്നെ അറിയാം. അപ്പോൾ ഈ ഒരു 3 തലമുറകളെ അറിയാവുന്ന കോൺഗ്രസ്സുകാർ പ്രാദേശികമായിട്ട് ഇല്ലാതായിപ്പോയി. അതിന് പകരം നമ്മളീ പറയുന്ന പോലെ ഈ സെലക്ഷൻ മോഡിൽ വന്ന വ്യത്യാസം, പണ്ടെന്ന് പറഞ്ഞാൽ നോമിനേഷന് ഗുണമുണ്ടായിരുന്നു കരുണാകരൻ ആന്റണിയുള്ള സമയത്ത്. ഇപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒരുത്തരെ നോമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവനെ എല്ലാവർക്കും അറിയാം. A ഗ്രൂപ്പുകാരനാണെങ്കിൽ A ഗ്രൂപ്പിൻ്റെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും അവനറിയാം. നമ്മുടെ മറ്റേ പേരില്ല സുരേഷ്, അല്ലെങ്കിൽ അവനെ വയ്ക്കുക, തോമസ് അവനെ വയ്ക്കും.
കുഴപ്പമില്ല. അത് നോമിനേഷൻ ആണെങ്കിലും ശരിയാണ്, ഇവരുടെ പെട്ടിയെടുപ്പ് കാരണം ഇവരുടെ ആളായിരിക്കും. പക്ഷേ ഈ സുരേഷിന് ഇവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് 10 വർഷമായിട്ട് ഇവരെ പുറകെ നടത്തുന്നുണ്ട്. ഈ 10 വർഷമായിട്ട് ഇവൻ്റെ നാട്ടിൽ രാഷ്ട്രീയം നടത്തുന്നുണ്ട്. അതുകൊണ്ട് അവനറിയാം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ആ സെലക്ഷൻ മോഡ് മാറിയതോട് തന്നെ പരസ്പരം ആർക്കും യാതൊരു ബന്ധമില്ല. ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ തിരഞ്ഞെടുത്തപ്പോൾ ആരാന്ന് തന്നെ അറിയില്ല. ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അറിയാത്ത ഒരു 15ഓളം ജില്ലാ ഭാരവാഹികളെ എനിക്കറിയാം കേരളത്തിന്റെ പല ഭാഗത്തായിട്ട്. ഇതിനകത്ത് വേറൊരു പ്രശ്നം കൂടിയുണ്ട് സേതു. അതിനകത്ത് വന്നതോടുകൂടി ഇപ്പം ഇന്നലെ പോലും കണ്ട ഇത്തരം കഥാപാത്രങ്ങൾ വരികയാണ്. അപ്പോൾ ഈ ടെലിവിഷൻ ചാനലിൽ വന്ന് കുയുക്തികൾ പറയുക, അതായത് അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ പിന്നെ എന്തും പറഞ്ഞ് എതിർക്കുക എന്ന് പറഞ്ഞ്. ഇപ്പം നേരത്തേക്ക് എം ലിജുവിനെ പോലുള്ള മനുഷ്യർ വന്നിരുന്ന് ടെലിവിഷൻ ചാനലിൽ വർത്തമാനം പറഞ്ഞു കഴിയുമ്പം നമുക്കൊരു ബഹുമാനം തോന്നും. അയാളുടെ പാർട്ടിയുടെ പൊസിഷൻ പറയും, ആഞ്ഞടിച്ച് പറയും. പക്ഷേ അതിൽ പറയുന്നതിന് എവിടെയെങ്കിലും ഒരു യുക്തിയുണ്ടോ? എതിർത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പറയും. ഇതങ്ങനെയല്ല. ഇപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റിനോട് നിങ്ങൾ പണം പിരിച്ച പൈസ എവിടെയെന്ന് ചോദിച്ചു കഴിയുമ്പം ഞങ്ങൾ പിരിച്ചതിന് നിങ്ങൾക്ക് എന്താണ് തെളിവ് എന്ന് തിരിച്ചു ചോദിക്കുന്ന തരത്തിലുള്ള, എന്ന് വെച്ചാൽ ഈ ടെലിവിഷൻ ചർച്ചയാണ് രാഷ്ട്രീയം എന്ന് വിശ്വസിക്കുന്ന ഒരു ലീഡർഷിപ്പും അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സീനിയർ ലീഡർഷിപ്പും ഇതാണ് വരുന്നത്. കാരണം രാഷ്ട്രീയം എന്ന് മനുഷ്യരുടെ ജീവിതത്തെ കൊണ്ടു നടക്കുന്ന കാര്യമാണ്. അതിന് നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല. നമ്മൾ സോഷ്യൽ മീഡിയ ഉണ്ട്, ടെക്നോളജി ഉണ്ട്, ജനാധിപത്യം മെച്ചപ്പെട്ടിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ നാട്ടിലെ വാർഡ് കൗൺസിലർ തുടങ്ങിയുള്ള മനുഷ്യരാണ്. ഇപ്പം എൻ്റെ വോട്ട്, എനിക്ക് നിയമസഭയിൽ വോട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമാണ് ഞാൻ ആദ്യമായിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. എന്നെ വോട്ട് കൊണ്ട് നിർബന്ധിച്ച് ചേർക്കുന്നത് അവിടുത്തെ ഒരു കോൺഗ്രസ്സുകാരനായ മനുഷ്യനാണ്. നിങ്ങൾ വരണം, നിങ്ങൾ ആ പിന്നെ മുനിസിപ്പൽ ഓഫീസിലേക്ക് വന്നാൽ മതി, ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചെല്ലുന്നു. ഞാൻ പിന്നെ 2 വോട്ട് കോൺഗ്രസ്സുകാരനെ കിട്ടിയില്ല. ഒന്നാലോചിച്ച് നോക്കും. അപ്പോൾ ഈ കോൺഗ്രസ്സിനെ ഗ്രാസ് റൂട്ട്സ് ലെവലിൽ പിന്നെ ശക്തിപ്പെടുത്തുന്നത് ഇങ്ങനത്തെ മനുഷ്യരാണ്. ആ മനുഷ്യരുടെ മുകളിൽ കയറിയിരുന്ന് കോൺഗ്രസ് ഉണ്ടാക്കി വെച്ച മുഴുവൻ രാഷ്ട്രീയ ധാർമ്മിക ശക്തിയുടെ മുകളിലിരുന്ന് അതിനെ പല്ലിളിക്കുന്ന മനുഷ്യർ ലീഡർഷിപ്പിലേക്ക് വരുമ്പം അതിഭയങ്കരമായ വിശ്വാസ്യതയുടെ പ്രശ്നം വരും. ഞാൻ ഡിവൈഎഫ്ഐക്കാരോട് പറയും, നിങ്ങൾക്ക് അപ്പുറത്തോട്ട് നോക്കാൻ പോലും പറ്റില്ല. കാരണം പണ്ട് നമ്മൾ കാണുന്നത് ഇപ്പോൾ ജി കാർത്തികേയനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ ഒക്കെ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാരേക്കും ഇപ്പുറത്തുണ്ടായിരുന്ന വിജയകുമാറോ അതല്ലെങ്കിൽ ജെയിംസ് മാത്യുവോ, അവർ തമ്മിലൊരു പാരസ്പര്യമുണ്ട്. അവർ തമ്മിൽ രാഷ്ട്രീയ എതിരാളികളാണെങ്കിൽ കൂടി അവർ തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങലിൽ ഒരു എലമെൻ്റ് ഉണ്ട്. ഡിവൈഎഫ്ഐക്കാർക്ക് ഇപ്പം അങ്ങോട്ട് നോക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ആണ് കേരളത്തിലെ പിന്നെ കോൺഗ്രസിൻ്റെ അറ്റ്ലീസ്റ്റ് ആ രംഗത്തുള്ള രാഷ്ട്രീയം. അതൊരു വലിയ ജീർണതയാണ്. അതിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ കോൺഗ്രസ് വലിയ വില കൊടുക്കണം. നമ്മൾ ടെലിവിഷൻ ചാനലിൽ മറ്റേ പരസ്യത്തിൽ കാണുന്ന പോലെ കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ റീൽസിൻ്റെ വേൾഡിൽ, അതായത് ആ ലോകത്തല്ല, മനുഷ്യർക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാഷ്ട്രീയമല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. ആ പ്രശ്നത്തിൽ മനുഷ്യരെ എങ്ങനെ നിങ്ങൾക്ക് മെച്ചപ്പെട്ട പിന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റുമോ, അതാണ് രാഷ്ട്രീയ പ്രവർത്തനം. മറ്റേ വേണ്ട എന്നുള്ളതല്ല. ഈ വർത്തമാനം പറയലും ടെലിവിഷൻ ചർച്ചകളും ഇപ്പം നമ്മൾ നടത്തുന്ന ഇതൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്ന കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മനുഷ്യരുടെ ജീവിതത്തിൽ രാഷ്ട്രീയ പ്രവർത്തകർ നടത്തുന്ന ഇടപെടലാണ്. ഇപ്പം എൻ്റെ വാർഡിൽ ഇപ്പോൾ എനിക്ക് SIR ഫോം കൊണ്ടുവന്ന് തരുന്നത് ഞങ്ങളുടെ വാർഡിലെ UDFൻ്റെ കൗൺസിലറായിരുന്ന ആളാണ്. അയാളോട് എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എപ്പോഴും. സത്യത്തിൽ അയാൾ ചിലപ്പോൾ ഒന്നുകൂടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് വോട്ട് ചെയ്യേണ്ടി വന്നേനെ. കാരണം അയാൾ ഇത് അതിഗംഭീരമായിട്ട് ഞങ്ങളുടെ നാട്ടിലെ കാര്യങ്ങൾ, ലോക്കലായിട്ടുള്ള കാര്യങ്ങൾ അയാൾ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മനുഷ്യർ ചിത്രത്തിൽ നിന്ന് മായുന്നു. എന്നിട്ട് ഇത്തരം കഥാപാത്രങ്ങൾ വരുന്നു, അവർക്ക് ക്രെഡിബിലിറ്റി കിട്ടുന്നു, അവരെ കൊണ്ടുനടക്കാൻ കുറേയൊക്കെ പിണറായി വിജയനോടുള്ള എതിർപ്പ് കൊണ്ട് ഈ പിണറായി എത്ര ചീത്ത പറയുന്നു അത്രയധികം നിങ്ങൾ പറയുന്ന പോലെ ലൈക്കുകൾ കിട്ടുന്നു. ഗ്രൗണ്ടിൽ അത് എത്ര വർക്ക് ചെയ്യും? മനുഷ്യരുടെ ജീവിതത്തിലെ വ്യത്യാസം വരുത്തിയ ആളുകളെ അവർ നോക്കി നടക്കുക. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിലുള്ള നേരിട്ടുള്ള ഇടപെടലാണ്. നിരന്തരമായ ഇടപെടൽ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷെ അത് എവിടെയോ ഇത് ഇവർക്ക് നഷ്ടപ്പെട്ടു പോയി. ഇതിൽ വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പം പ്രത്യേകിച്ച് ബീഹാർ ഇലക്ഷനും കൂടെ കഴിഞ്ഞതിന് ശേഷം, അതിന് മുമ്പ് തന്നെ തുടങ്ങിയത്, കഴിഞ്ഞ തവണ 3ാമതും നരേന്ദ്രമോദി കുറഞ്ഞ ഭൂരിപക്ഷത്തോടു കൂടിയാണ് NDA വന്നതെന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു കൺവെൻഷണൽ സെൻസിലെ ആൻറ്റി ഇൻകംബൻസി ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. ഇൻഫാക്ട് ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പുതിയ വാക്കുകൾ തന്നെ വന്നിട്ടുണ്ട്, പ്രോ ഇൻകംബൻസി ആണെന്ന്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ എങ്ങനെയായിരിക്കും ഇത് റിഫ്ലക്റ്റ് ചെയ്യുക? കാരണം നേരത്തെ നമ്മളെല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞാൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണത്തിൻ്റെ ഇല്ലായ്മകൾ, അല്ലെങ്കിൽ ഈ ഭരണം വളരെ മോശമായിരുന്നു, ഒരു കാര്യവും നടത്തിയിട്ടില്ല എന്ന് പറയുന്നൊരു നെറേറ്റീവാണ് അവർ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത്. മറ്റവരാണെങ്കിൽ നേരത്തെ ജേക്കബ് പറഞ്ഞ പോലെ ഞങ്ങൾ ഇന്നത് ചെയ്തു, ഇനി ഇതാണ് ചെയ്യാനുള്ളത്. ഇപ്പം അവർക്ക് വലിയ മെഗാ സ്കീമുകൾ മുതൽ ഹൈവേ മുതൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ
പ്രാദേശികമായിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നു. പക്ഷേ ഇവരാണെന്നുണ്ടെങ്കിൽ ഒന്നും നടന്നിട്ടില്ല, എല്ലാം ഇതാണ്, മുടിഞ്ഞു പോയി എന്ന് പറയുന്ന ഒരു സാധനത്തിലാണ്. അപ്പുറത്ത് BJP ആണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ 70 കൊല്ലമായിട്ട് കേരളത്തിനെ നശിപ്പിച്ചു, ഞങ്ങളിതാ മാറ്റത്തിൻ്റെ ശക്തിയുമായിട്ട് വരുന്നു എന്ന് പറയുന്നു. ഇതിൽ ഏതായിരിക്കും ഒരു ക്ലച്ച് പിടിക്കുക? അല്ല, ഞാൻ ഒരു കാര്യം പറയാം. എപ്പോഴും കോൺഗ്രസിൻ്റെ വിജയങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് 1980 ശേഷം നിങ്ങൾ ചോദിച്ചാൽ 82 ആന്റണി കോൺഗ്രസും കേരള കോൺഗ്രസുകളും ലീഗും ഒരുമിച്ച് UDF നിന്നു. 82 കർണാടക വിജയിച്ചു. 91 ഇതേപോലെ അതേ മുന്നണി അതേപോലെ നിന്നു. പിന്നെ രാജീവ് ഗാന്ധി അതുണ്ടായിരുന്നു. 2001 അതേപോലെ AK ആന്റണിക്ക് പിന്നിൽ കേരള കോൺഗ്രസുകൾ ഈ പറയുന്ന മുസ്ലിം ലീഗ് ഒരുമിച്ച് നിന്നു. 2011 ഏറെക്കുറെ. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് സാമൂഹ്യ വിഭാഗങ്ങളെ ഒരുമിച്ച് കൊണ്ടുള്ള രാഷ്ട്രീയമായിരുന്നു. അതൊരിക്കലും പക്ക ഈ ആൻറ്റി ഇൻകംബൻസിയെ ചൂഷണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് നേരെ ഒരു ആഞ്ഞടിച്ചൊരു വിപ്ലവാത്മകമായ വിജയമായിരുന്നില്ല ഒരിക്കലും. എസ്പെഷ്യലി 2001 വിജയം ഞാൻ എൻ്റെ ഓർമ്മയിലുണ്ട്. കാരണം ആ സർക്കാരിന് 1996-2001 CM നയനാർ സർക്കാരിനെതിരെ ഒരു തരത്തിലുള്ള ഒരു പ്രക്ഷോഭ പ്രവർത്തനവും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. നിയമസഭ പോലും ഇല്ലായിരുന്നു. പക്ഷേ എന്നിട്ട് ഇതാണ് ഈ ഒരു സാമൂഹ്യ സാഹചര്യങ്ങളെ അനുകൂലമാക്കിക്കൊണ്ട് സാമൂഹ്യ വിഭാഗങ്ങളെ കൂടെ നിർത്തിക്കൊണ്ടുള്ള വിജയമാണ് എക്കാലവും കോൺഗ്രസും UDFും നേടിയിരുന്നത്. ഇതിനകത്ത് പക്ഷേ ആ ഒരു കമ്മ്യൂണൽ നമ്മൾ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന കാര്യം ചെറുതാക്കി പറയേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ സാമൂഹ്യ വിഭാഗങ്ങളുടെ പിന്തുണ നേടാൻ കോൺഗ്രസിനും UDFിനും എക്കാലവും കഴിഞ്ഞിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പണ്ട് MP രാഘവൻ ഈ ബദൽ രേഖ മറ്റേ ഈ കേരള കോൺഗ്രസിനെ ലീഗിനെ കൊണ്ടുവരണം എന്നൊക്കെ പറയാൻ കാരണം CPMന്റെ രാഷ്ട്രീയം അവിടെ പോയി ഇടിച്ചു നിൽക്കുമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഈ കോൺഗ്രസിന്റെ തന്ത്രത്തിന് മുന്നിൽ ഇടിച്ചു നിൽക്കുമായിരുന്നു. കാരണം കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളും മുസ്ലിം ലീഗും 46% വരുന്ന മൈനോറിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ പാർട്ടികളെല്ലാം കോൺഗ്രസിന്റെ മുന്നിൽ അടിയുറച്ച് വെക്കുന്നു. കേന്ദ്രത്തിൽ രാജീവ് ഗാന്ധി വിവരിക്കുന്നു, ഇവിടെ കരുണാകരൻ. പിന്നെ എന്ത് രാഷ്ട്രീയമാണ് CPMനുള്ളത് എന്നുള്ളൊരു ചോദ്യം വരെ വന്നപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ഉയർന്നത്. പക്ഷേ പോകെ ഈ സാമൂഹ്യ വിഭാഗങ്ങളുടെ പിന്തുണ കോൺഗ്രസിനും UDFിനും നഷ്ടപ്പെടാൻ തുടങ്ങി. മുസ്ലിം വിഭാഗങ്ങളിൽ തന്നെ ആദ്യം മദനി വന്നു, PDP വന്നു, പിന്നെ SDPI പോലത്തെ പാർട്ടി വന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടി വന്നു. ഇത്ര എലിമെൻസുകൾ മുസ്ലിം ലീഗിൻ്റെ അടിത്തറയെ പതിയെ ചോർത്തിയെടുത്ത് കൊണ്ടു. കേരള കോൺഗ്രസുകളിലും CPMനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ക്രൈസ്തവ സമൂഹത്തിലാകട്ടെ പണ്ടത്തെ പോലെയല്ല CPMനൊക്കെ കുറച്ചുകൂടെ സ്വീകാര്യത കിട്ടാൻ തുടങ്ങി. അതെന്നാ കിട്ടാൻ തുടങ്ങിയെന്ന് അറിയാമോ? 90കളുടെ അവസാനം BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവിടെ ഈ ക്രൈസ്തവ മിഷണറിമാർക്കെതിരെ ഒറീസയിലും മറ്റു വലിയ ആക്രമണങ്ങൾ ഉണ്ടായപ്പോഴത്തേക്കും കോൺഗ്രസിൻ്റെ പ്രതിരോധത്തെക്കാൾ കുറച്ചുകൂടെ കടുപ്പമുള്ള പ്രതിരോധവും ആശയപരമായ ഒരു എതിർപ്പും ഉയർത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെന്നുള്ള ധാരണ ക്രൈസ്തവ സമൂഹത്തിലെ, അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം ക്രൈസ്തവ സമൂഹത്തിലെ ചെറുപ്പക്കാർക്കിടയിലുണ്ടായിരുന്നു. അപ്പോൾ പരമ്പരാഗത KCYM ടീമുകളൊക്കെ ഒന്ന് പതിയെ പിന്നോക്കം പോവുകയും ഈ SFIക്കാർ DYFIക്കാർ പറയുന്ന ആ ഒരു വിഭാഗത്തിന് മുൻതൂക്കം അവിടെ ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പൊതുവെ ഈ ക്രൈസ്തവ സമൂഹത്തിൽ ഈ 90s അവസാനം കോളേജിലൊക്കെ പഠിച്ച ആൾക്കാർ പലരും ഇപ്പോഴും KCYM ഒന്നുമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം. അതിന് മുമ്പുള്ളവരാണ്. അവർക്ക് പതിയെ ഒരു വിവേചിച്ച് അറിയാനുള്ള കഴിവ് കിട്ടി. അവർക്ക് ഇടതുപക്ഷം എന്താണ്, കോൺഗ്രസ് എന്താണ്, BJP എന്താണ്, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ചിന്തയൊക്കെ വന്ന് അങ്ങനെ ഒരു CPMലേക്ക് ഒരു വിഭാഗം, അങ്ങനെയാണ് കുറച്ച് പുതിയ ചെറുപ്പക്കാരെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നൊക്കെ CPMന് നേതാക്കളാകാൻ കിട്ടിയത്. ചുരുക്കത്തിൽ ഈ 2001 ശേഷം കോൺഗ്രസിൻ്റെ ഒരു സാമൂഹിക വിഭാഗങ്ങൾ അടിത്തറ പതിയെ പിളരാൻ തുടങ്ങിയിരുന്നു. 2015 ഇലക്ഷൻ അത് കൃത്യമായിരുന്നു. അതോടൊപ്പം തന്നെ നായർ സമുദായം വളരെ വലിയ തോതിൽ കോൺഗ്രസിനെ ഉപേക്ഷിച്ചു. BJP അത് വലിയൊരു മധ്യ കേരളത്തിൽ അത് വലിയ 25ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം ഈ നായർ സമുദായം കോൺഗ്രസിനെ ഏറെക്കുറെ സമ്പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. നേതാക്കന്മാരല്ലാതെ അണികളില്ലാത്തൊരവസ്ഥ വന്നു. UDFിന്റെ ഈ സാമുദായിക സമവാക്യങ്ങളിൽ ഒരു വിള്ളലുണ്ടായെന്നും അത് പഴയതുപോലെ കോൺഗ്രസിന് അതിനെ കൊണ്ടുനടക്കാൻ പറ്റുന്നില്ല എന്നും ശ്രീകുമാർ പറഞ്ഞു. അപ്പം ഞാൻ അതുപോലെ വേറൊരു കാര്യം, ഏതാണ്ട് അതിൻ്റെ ചുവട് പിടിച്ചിട്ടുള്ളൊരു സമീപനം CPMന്റെ ഭാഗത്തുനിന്ന് ഈ അടുത്ത് തുടങ്ങിയെന്നുള്ളൊരു നിരീക്ഷണങ്ങൾ, പ്രത്യേകിച്ച് CPM മുസ്ലിം സമുദായ സംഘടനകൾ, മറ്റേ EK സുന്നി, കാന്തപുരം സുന്നികളുമായിട്ട് നേരത്തെ അവർക്കൊരു ബന്ധമുണ്ട്. ഏതാണ്ട് അല്ലെങ്കിൽ UDFിന്റെ പ്ലേ ബുക്കിൽ നിന്ന് ഉള്ള ഒരു സാധനം എടുത്ത് CPM പ്രയോഗിക്കുന്നുണ്ടോ? സാധാരണ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരും ഈ സമുദായ നേതാക്കന്മാരുടെ ആയിട്ടുള്ള വ്യക്തിബന്ധം അവർ ഉണ്ടെങ്കിൽ തന്നെ അതങ്ങനെ പരസ്യപ്പെടുത്താറില്ല. അപ്പം നമ്മൾ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഇപ്പം പാണക്കാട്ട് പോകുന്നു, അതല്ലെങ്കിൽ NSSൻ്റെ കാര്യം പെരുന്നയിൽ പോകുന്നു, അതല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ വീട്ടിൽ പോയി കാണുന്നു എന്നുള്ളത് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി UDF മുഖ്യമന്ത്രി ചെയ്യുന്നതിൽ ആരും പ്രത്യേകിച്ചൊന്നും കാണാം. അതേസമയം നിങ്ങളൊരു സാധാരണ ഒരു LDF മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കിട്ടാറില്ല. പക്ഷേ ഇവർക്കൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ഒരു ആക്സസ് ഉണ്ട് എന്ന് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇപ്പം EK വിഭാഗം സുന്നികൾ മുസ്ലിം ലീഗുമായിട്ട് വളരെ അഫിലിയേറ്റഡ് ആണ്.
അവർ പ്രത്യേകിച്ച് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹമുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുമില്ല. പക്ഷേ ആ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ പലപ്പോഴും വന്നപ്പോഴും അവരത് മുഖ്യമന്ത്രിയെ വിശ്വസിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം ഒരു വിഷയത്തിൽ വന്നു കഴിഞ്ഞപ്പം ഒരു മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ഒരു ചർച്ച വെച്ച് കഴിഞ്ഞപ്പം നിങ്ങളിത് പ്രതിഷേധത്വമായി മുമ്പോട്ട് പോകുന്നുണ്ടെന്ന് വെച്ചപ്പം അതിൽ ജിഫ്രി തങ്ങൾ പറഞ്ഞത് പിന്നെ ചർച്ച വെച്ചിട്ടുണ്ടല്ലോ അത് കഴിയട്ടെ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് അവർ മുഖ്യമന്ത്രി കാണുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊപ്പീഷിയേഷൻ, അതായത് അവരെ ഒരു പ്രസാദിപ്പിക്കുന്ന ഒരു പരിപാടി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഈ പറയുന്ന പോലെയാണ്. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കൂട്ടരെ ഇതാണ്. അപ്പം ഇപ്പം മുസ്ലിം ലീഗിന് അർഹമായിട്ടുള്ള സീറ്റുകൾ കൊടുത്താൽ പോലും അത് അനർഹമാണ് എന്ന് പറയുന്ന തരത്തിൽ, പ്രത്യേകിച്ച് അത് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ ഒരു പ്രശ്നമാണ്. അവർക്ക് കിട്ടുന്ന ന്യായമായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ പോലും തടയാൻ വേണ്ടിയിട്ട് അവരുടെ മതപരമായ സ്വത്വം തടസ്സം നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയം ചെന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമിയും SDPയും വരുന്നുണ്ട്. ഇതിനോടുള്ള എതിർപ്പ് എന്നുള്ളത് ഇവരെ പരിപൂർണമായിട്ടും അവോയ്ഡ് ചെയ്ത് മാത്രമേ നടക്കുകയുള്ളൂ. കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വം എനിക്ക് തോന്നുന്നത് തിരിച്ചറിയണം. ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിന് തോന്നിയിട്ടുണ്ട് ഇവർ കൊള്ളാമല്ലോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും ചെയ്യരുത് എന്ന് ഇവർ തന്നെ മനുഷ്യരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഏറ്റവും അവസാനം കാണുന്ന പാലത്തായിലെ കേസ് പോലും വന്നപ്പം അതിൻ്റെ അകത്ത് അങ്ങേയറ്റത്തെ മതപരമായിട്ടുള്ള ഒരു ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം അവർ നടത്തിയിട്ടുണ്ട്. അപ്പം ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇതിലാണ്. അത് വളരെ എളുപ്പം UDF അതിൽ വീണുപോയി. ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഇടതുപക്ഷ നേതാവിന് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ, ഇപ്പോൾ ശ്രീകുമാർ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ അടിക്കുമ്പോൾ UDF ദുർബലമാകുമല്ലോ എന്ന് ഏതെങ്കിലും ഒരു തോന്നൽ ഏതെങ്കിലും LDF നേതാവിന് തലയിൽ കൂടി എപ്പോഴെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് പാടില്ല എന്നുള്ള എക്സ്പീരിയൻസാണ് നമ്മളിപ്പം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് മനുഷ്യർ പറയുന്ന സമുദായ സംഘടനകളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഞാൻ ശ്രദ്ധിച്ചിട്ടൊരു കാര്യം, സമുദായ സംഘടനകളെ അവർ നേരിട്ടങ്ങനെ എതിർക്കുന്ന പരിപാടി ഇപ്പം കുറച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അവരോട് കുറച്ചുകൂടെ ഇപ്പം ശ്രീ സുകുമാരൻ നായരെ വീട്ടിൽ പോയി മുഖ്യമന്ത്രി കാണുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന് സുഖമില്ലാതിരുന്ന ആശുപത്രിയിൽ പോയി മുഖ്യമന്ത്രി പോയി കാണുന്നുണ്ട്. അപ്പോൾ അതായത് ഒരു ആനിമോസിറ്റി ഇല്ല. അതേസമയം നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ സർക്കാർ തയ്യാറാണ് എന്നുള്ള ഒരു മട്ടിൽ ഒരു റൈറ്റ് ഡിസ്റ്റൻസ് അവർ കീപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ ഇതിനകത്ത് ഏത് തെറ്റ് ഏത് ശരിയെന്ന്, ഇപ്പോൾ നേരത്തെ ശ്രീകുമാർ പറഞ്ഞതുപോലെ പലതരം സാമൂഹ്യ വിഭാഗങ്ങളെ കൊണ്ടു നടക്കുക എന്നുള്ളത് ശരി തെറ്റിൻ്റെ അല്ല, അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് വർക്ക് ചെയ്യേണ്ട എന്നുള്ളത് UDFന് ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്നിരിക്കുന്നു. അതേസമയം LDF കുറച്ചുകൂടെ അമനബിളാണ് എന്നുള്ളൊരു തോന്നൽ കൂടി വന്നു. അതും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ജാക്കബ് സാർ പറഞ്ഞ വലിയൊരു പോയിന്റ് ഉണ്ട്. എന്തറിയോ, പണ്ട് ഈ ജിഫ്രി തങ്ങൾക്ക് UDF ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രിമാരുടെ ഒരു കാര്യം പറഞ്ഞെങ്കിൽ ആദ്യം കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചു പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയാണ് എന്നിട്ട് ഉമ്മൻചാണ്ടിയോടെ അന്യോടൊക്കെ പറയാറുള്ളത്. എന്നുവെച്ചാൽ ലീഗ് വഴി മാത്രമേ അവർക്കൊരു ഗവൺമെൻറ് അപ്രോച്ച് ചെയ്യാനുള്ളൊരു വാതിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ പിണറായി വന്നപ്പോൾ എന്താ പറഞ്ഞത്, നിങ്ങൾ ധൈര്യമായിട്ട് എന്നെ നേരിട്ട് വിളിച്ചോ, ഫോണിരിക്കുന്നില്ല, ധൈര്യമായിട്ട് വിളിച്ചോ. അവർക്ക് ലീഗിൻ്റെ ആവശ്യമില്ല. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ സമസ്തയും ലീഗും തമ്മിലുള്ള അകൽച്ച വരുന്നത്. അവിടെ തന്നെയാണ് ഇടനിലക്കാരന്റെ ആവശ്യമില്ല. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ ആവശ്യമില്ല. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, നേരത്തെ ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോഴേ കുഞ്ഞാലിക്കുട്ടിയെ പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടി സമയം നോക്കി ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ ഒരു വെയിറ്റൊക്കെ പുള്ളിയിട്ട് ഉമ്മൻചാണ്ടി അടുത്തെത്തുമ്പോഴത്തേക്ക് പകുതി കാര്യം നടക്കും, പകുതി നടക്കില്ല. ഇത് നേരിട്ട് വിളിച്ച് പറയുകയാണ്. ഇപ്പം അതൊരു കൃത്യമായൊരു പൊളിറ്റിക്കൽ പ്ലാങ്കാണ്, ഒരു തന്ത്രമാണത്. അത് വിജയിച്ചു എന്നുള്ളതാണ്. കാരണം 2021 തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കിയത്, വീണ്ടും ഒരിക്കൽ കൂടി പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതാണ് തങ്ങൾക്ക് താല്പര്യം എന്ന് വരെ സമസ്ത ലീഗ് നേതൃത്വത്തോട് പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. അത്ര ഏത് അളവിലാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ അത്തരത്തിലുള്ള ഒരു നീക്കം പോലെ അവരുടെ ഭാഗത്തുണ്ടായത്. ഈ ഡയറക്റ്റായിട്ട് മുഖ്യമന്ത്രി അപ്രോച്ച് ചെയ്യാൻ ആദ്യമായിട്ട് അവർക്ക് കഴിഞ്ഞത് ഈ പിണറായി വന്നതിന് ശേഷം, അതിന് മുമ്പ് ആയിരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ഡിസ്കഷൻ്റെ ഒരു അവസാനത്തിൽ എത്തുമ്പോഴത്തേക്ക് ഞാൻ 2-3 കാര്യങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ, ഈ വിഷയത്തിൽ ഇപ്പം നമ്മുടെ ബാക്കിയുള്ള ജനറൽ പൊളിറ്റിക്കൽ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെപ്പോഴും പറയല്ലേ ഇലക്ഷൻ ഒരു ഓളം ഉണ്ടാക്കുന്ന വിഷയങ്ങൾ. ഒന്ന് ഇപ്പം ശബരിമല സ്വർണം വലിയ വിഷയമായിട്ട് നിൽക്കുന്നുണ്ട്. ഇന്നലെ വീണ്ടും രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നിപ്പം ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടാനുള്ള വീണ്ടും ഒരു പരിപാടി. ഇതിൽ ഏതൊക്കെ ആയിരിക്കും ഒരു വിഷയം? ശബരിമലയും രാഹുൽ മാങ്കൂട്ടവും ഒക്കെ കിടന്ന് വലിയ വിഷയമാവും. ഈ രാഹുൽ മാങ്കൂട്ടം എങ്ങനെ ഇതിനെ ബാധിക്കുന്ന കാര്യത്തിൽ എനിക്ക് അത്ര ഉറപ്പില്ല. പക്ഷേ ശബരിമല ചില ഭാഗങ്ങളിൽ UDFന് ഗുണം ചെയ്തേക്കാം. ശബരിമല വിഷയം എന്ന് പറയുന്നത് ഒരു കുറച്ചുകൂടെ വൈകാരികമായതുകൊണ്ട് അത് എവിടെയെങ്കിലും നമ്മൾ ഈ കേരളത്തിൻ്റെ ഏത് ഭാഗത്താണെന്ന് ഉറപ്പിച്ചാൽ കൂടുതൽ തെക്കൻ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഈ മധ്യ കേരളത്തിൽ UDFന് ഒരു അപ്പർ ഹാൻഡ് ഒരു പക്ഷേ ഉണ്ടാക്കിയേക്കാം. പക്ഷേ BJPയുടെ പേടി ഇപ്പോഴും അത് തന്നെയാണ്. അവരെന്തുകൊണ്ടാണ് അത് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം വലിയൊരു വിഷയമാക്കാത്തതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രയോജനം
UDF-ലേക്ക് ചെന്ന് പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ വേർക്കുകയും അവൻ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുമല്ലോ എന്നുള്ളൊരു ഭയം BJP-ക്കുള്ള അതൊരു UDF-നൊരു എന്തൊക്കെ പറഞ്ഞാലും ശബരിമല UDF-നൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് എക്കാലം. ശബരിമലയിൽ അത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും പൊതുവേ ഈ CPM-ഉം LDF ഒക്കെ ഈ എന്താ പറയുക മതവിരുദ്ധനും ദൈവവിരുദ്ധനുമാണെന്നുള്ള ധാരണ ഇപ്പോഴും കുറേ ആളുകളുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ശബരിമലയെ നശിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് പറയുമ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ വിഭാഗങ്ങളും ഈ പ്രദേശത്ത് കാണും. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ എനിക്കത് അല്ല അതിനകത്ത് CPM ഉത്തരം പറയേണ്ട ചോദ്യമുണ്ട് അതിൻ്റെ അകത്ത്. കാരണം ഇത് CPM അംഗമായ CPM നേതാവായ ഒരാൾ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ CPM അതിന് ഉത്തരം പറയണം. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ ഞാനതിനകത്ത് ശ്രദ്ധിച്ചൊരു കാര്യം, ഇയാൾ പാർട്ടിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. എന്തിനാണ് അയാൾ സംസാരിച്ചത്? അയാൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുത്തില്ല എന്ന് പറഞ്ഞാൽ അയാൾ പാർട്ടിക്കെതിരെ എന്തുകൊണ്ട് അയാൾ എടുത്തില്ല? അയാൾ എത്ര SFI-കാരനായിട്ട് തുടങ്ങിയിട്ട് പിന്നെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നിട്ട് ആൾ അപ്പോൾ എന്തുകൊണ്ട് എടുത്തില്ല? അപ്പോൾ പാർട്ടിക്കൊരു കാരണമുണ്ട്. എന്തുകൊണ്ട് അയാൾ സംസ്ഥാന കമ്മിറ്റിയിൽ വരാൻ പാടില്ല എന്നുള്ള കാരണം പാർട്ടിക്കറിയാം. അയാൾ എന്ത് തരത്തിലുള്ള ആളാണെന്ന് പാർട്ടിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരാളെ ശബരിമല പോലത്തെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ഭരണാധികാരിയായിട്ട് CPM എന്തിനു നിയമിച്ചു? ആ ചോദ്യം CPM ഉത്തരം പറയണം. ഇതുപോലത്തെ വേറൊരു കഥാപാത്രമുണ്ട്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നൊക്കെ നീക്കി അയാൾ ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ പിന്നെ ഇതായിട്ട് തുടരുന്നു. ഇയാൾ ചെയ്യുന്നതിനും പാർട്ടി ഉത്തരം പറയണ്ടേ? അപ്പം പാർട്ടിക്ക് കൊള്ളില്ല എന്നുള്ള ആളെ പിന്നെ സർക്കാരിൻ്റെ ഏതെങ്കിലും അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുനടക്കുന്ന ആ ചോദ്യത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ഉത്തരം പറഞ്ഞേ പറ്റൂ. അത് CPM-ൻ്റെ ഭാഗത്ത് വന്ന പാളിച്ചയാണ്. അത് രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, അയാളെ പാർട്ടിയിൽ നിന്നും പാർട്ടി നടപടി എടുക്കണം അയാൾക്കെതിരെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾക്ക് അക്കാര്യത്തിൽ തെറ്റുപറ്റി എന്ന് നാട്ടിലെ മനുഷ്യരോട് പറയേണ്ടതുണ്ട്. മൂന്ന്, ഇതൊരവസരമാക്കി എടുത്ത് ഇത്തരം ആളുകളെ പാർട്ടിയുമായുള്ള ബന്ധം അല്ലെ പാർട്ടിക്ക് പണ്ടുകാലത്ത് നടത്തിയ സേവനം അത് ഉപയോഗിച്ചുകൊണ്ട് അവനവൻ്റെ സ്വാർത്ഥ താല്പര്യം നടത്തുന്ന ഈ ഇമാതിരിയുള്ള കൊളയട്ടകൾ ഈ സംവിധാനത്തിലുണ്ട് എന്ന് തിരിച്ചറിയുകയും ഞങ്ങൾ അവരെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യും എന്ന് CPM കേരളത്തിലെ മനുഷ്യരോട് പറയേണ്ടതുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവോ എന്നുള്ളതല്ല അതിൻ്റെ പ്രശ്നം. അതിൻ്റെ അകത്ത് CPM ഈസ് മോറലി ബൗണ്ട് ടു ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് ദീസ് പീപ്പിൾ. അത് വല്ലാത്തൊരു സീരിയസ് ആയിട്ട് പ്രശ്നമായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ഇനിയും ദിവസങ്ങളുണ്ട്, ഏകദേശം 10-15 ദിവസമുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാധ്യതകളെ കുറിച്ച് വിലയിരുത്തുന്നത് വളരെ സാഹസികമായിരിക്കും. എന്നാലും നമുക്കൊന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏതായിരിക്കും ഒരു മുൻതൂക്കം ആർക്കായിരിക്കും? 2001 100 സീറ്റ് കിട്ടിയ UDF-ന് 100 സീറ്റ് അധികാരത്തിലുള്ള തെരഞ്ഞെടുപ്പുണ്ടല്ലോ. അതിന് തൊട്ട് മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ UDF-ന് കിട്ടിയത് ആകെ 45% സീറ്റുകളാണ്. UDF-ന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ 45%. ആ പിറ്റേ നടന്ന തെരഞ്ഞെടുപ്പിൽ 100 സീറ്റിൽ ഒരു അധികാരത്തിൽ വന്നു. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ ആ വോട്ടിംഗ് പാറ്റേൺ അളന്നുകൊണ്ട് നിയമസഭയിലേക്ക് UDF-നെ സംബന്ധിച്ചിടത്തോളം അത് എത്ര കണ്ട് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുമെന്ന് ഇപ്പോൾ വിലയിരുത്തുക വയ്യ. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ എപ്പോഴും ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ഇതും കൂടെ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. 45 കൃത്യം അന്ന് തെന്നല ബാലകൃഷ്ണനോടാണ് KPC പ്രസിഡന്റ്. അപ്പോൾ തെന്നല ബാലകൃഷ്ണനോട് ഗൗരവദാസൻ നായർ ചോദിച്ചു, നിങ്ങൾ മുന്നണിക്ക് വലിയ വിജയം കിട്ടും, 45% സീറ്റിൽ ജയിച്ചതാണ് മനസ്സിലാക്കണം. അപ്പോൾ തെന്നല ചോദിക്കുകയാണ്, 40% കിട്ടും, ഞാൻ അറിഞ്ഞില്ലോ. ഇങ്ങനെയൊരു കാരണം അദ്ദേഹം വളരെ നെയ്വായിട്ടുള്ള പാവ മനുഷ്യനാണ് പുള്ളി. കാരണം പുള്ളി വിചാരിച്ചാൽ അത്രയൊന്നും കിട്ടില്ല. സാധാരണ കിട്ടുന്നുണ്ട് ഒരു 10-40%, 30% മാക്സിമം കിട്ടുന്നത്. പക്ഷേ അന്ന് 45-47% കിട്ടി. അതാണ് 100 സീറ്റ് ഉണ്ടാകാൻ കാരണം. അപ്പോൾ ആ ഒരു എന്താ പറയുക, അതിനപ്പുറത്തേക്ക് പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എനിക്കൊന്ന് LDF വളരെ കോൺഫിഡൻ്റ് ആണ്. ഈ അതിദാരിദ്ര്യം മുക്ത കേരളം, വയനാട് റീഹാബിലിറ്റേഷൻ, ലൈഫ് മിഷൻ, അങ്ങനെ ഗ്രൗണ്ടിൽ നടത്തിയ കുറേ കാര്യങ്ങൾ കൊണ്ട് LDF വളരെ കോൺഫിഡൻ്റ് ആണ്. ആൻറ്റി ഇൻകംബൻസി എന്നുള്ളത് റിയാലിറ്റിയാണ്. 10 വർഷം ഒരു സർക്കാർ വെച്ച് കഴിയുമ്പോൾ ആ സർക്കാരിനെതിരെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. പക്ഷേ അതിനെ ഇത് വെച്ച് മറികടക്കാൻ പറ്റുമെന്നുള്ള, നമ്മളൊരു 6 മാസം മുമ്പ് LDF നേതാക്കന്മാരോട് സംസാരിക്കുന്നത് പോലെ അല്ല ഇപ്പോൾ സംസാരിക്കുന്നത്. ദേ ആർ മോർ കോൺഫിഡൻറ്റ് നൗ.